നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. ഇവിടെ നിങ്ങൾക്കായി ആഫ്രിക്കൻ ടെന്റുകളടക്കം മികച്ച താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പുതിയ അനുഭവങ്ങൾക്കായി നീന്തൽക്കുളവും പാർക്കും കുട്ടികൾക്കായുള്ള കളിസ്ഥലവുമുണ്ട്. വിവാഹങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും മറ്റാഘോഷങ്ങൾക്കുമായി വിശാലമായ ഹെറിറ്റേജ് ഹാളുകളും ലഭ്യമാണ്. കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. നമസ്കാരം. ചേലക്കര പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംവാദ സദസ്സ് 2025 നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശം 2025 എന്നൊരു പേരിൽ നമ്മൾ ഒരു ടോക്ക് ഷോ നടത്തുകയാണ്. അതിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളുമാണ് ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സംവാദത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആദ്യം ഇവിടെ നിന്ന് തുടക്കത്തിൽ നിന്ന് ഓരോ ആളുകളും അവർ സ്വയം പരിചയപ്പെടുത്തുക, അതിനുശേഷം അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക, മുന്നോട്ട് പോകുക, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് നമ്മൾ വേദിയിലേക്ക് സദസ്സിലേക്ക് വരുന്നതാണ്. സദസ്സിലുള്ള ആളുകൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം അതിൻ്റെ മറുപടി പറയാം. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് LDF പ്രതിനിധിയിലേക്ക് പോകാം. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ LDF പ്രതിനിധിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളൊരു അവസരമാണ്. ആദ്യം സ്വയം പരിചയപ്പെടുത്തുക, അതിനുശേഷം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. CPM-നെ പ്രതിനിധീകരിച്ചിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ഗോപദാസ് എന്നാണ് പേര്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ തിരുവില്ലാമല തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ഭരണമെന്ന് പറയുന്നത് തികച്ചും പരാജയമാണ്. വികസനോന്മുഖമായ ഒരു കാഴ്ചപ്പാടുമില്ലാതെയാണ് ആസൂത്രണം വരെ ഉണ്ടായിട്ടുള്ളത്. കൃത്യമായി വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേരുന്നില്ല, അതുപോലെ തന്നെ ഗ്രാമസഭകൾ ചേരുന്നില്ല. അഥവാ ചേർന്നാൽ തന്നെ പങ്കാളിത്തം വളരെ കുറവ്. 50 കോടിയോളം രൂപ 5 വർഷക്കാലമായി ഓരോ വർഷവും എത്തിച്ചിട്ടും പഞ്ചായത്തിൽ കൃത്യമായ ഒരു ആസൂത്രണ പദ്ധതിയില്ലാതെയാണ്. നമുക്കറിയാം, വർത്തമാനകാലത്ത് തിരുവില്ലാമല നേരിടുന്ന ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നമാണ് തെരുവുനായ്ക്കളും അതുപോലെ തന്നെ കാട്ടുപന്നി ശല്യവും. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ഒരു ബദൽ സംവിധാനം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. 1 വർഷക്കാലം BJP ആണ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തികച്ചും പരാജയം തന്നെയാണ്. ഒരു പദ്ധതിയുമില്ല, ആസൂത്രണവുമില്ല, അത് തന്നെയാണ് ഉള്ളത്. ഇതുപോലെ തന്നെയാണ് തിരുവില്ലാമലയുടെ മൊത്തം വികസനത്തെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം ചില പദ്ധതികൾ വരുമ്പോൾ ചില റോഡുകളും അതുപോലെ തന്നെ മറ്റ് അംഗൻവാടികളും ഒക്കെ തന്നെ സേവന മേഖലയിലും ഉൽപ്പാദന മേഖലയിലും പശ്ചാത്തല മേഖലയിലും അതാര് ഭരിച്ചാലും തന്നെ ഉണ്ടാകുന്ന ചില വികസനങ്ങളല്ലാതെ അത് കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടുകൾക്കനുസൃതമായി ഉൽപ്പാദന മേഖലയിൽ പശ്ചാത്തല മേഖലയിൽ അതുപോലെ തന്നെ സേവന മേഖലയിൽ നടക്കുന്ന ആ പദ്ധതികൾ ഒഴിച്ച് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു പദ്ധതിയും തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിനകത്ത് BJPയുടെ 1 വർഷക്കാലത്തെ ഭരണത്തിലും കോൺഗ്രസിൻ്റെ 4 വർഷക്കാല ഭരണത്തിലും എടുത്തു പറയത്തക്ക ഒരു വികസനവുമില്ലാതെയാണ്, തികച്ചും പരാജയമാണ് തിരുവില്ലാമല തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭരണം നടത്തിയിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നീട് ഇത് സൂചിപ്പിക്കുന്നത് സാംസ്കാരിക പൈതൃകത്തെ ഉയർത്തിക്കാണിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് കേരളത്തിലെ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. നല്ലൊരു സാംസ്കാരിക ഉത്സവം നടത്തുന്നതിന് വേണ്ടി എല്ലാ വിഭാഗത്തിലുള്ള കലാകാരന്മാരെയും കലാകാരികളെയും അതുപോലെ തന്നെ സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട്
ഞങ്ങളെ തീർച്ചയായും ഞങ്ങൾ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിനകത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല സാംസ്കാരിക ഉത്സവം ഈ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയുടെ പൈതൃകം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന രൂപത്തിൽ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. അതൊരിക്കലും തിരുവില്ലാമല പഞ്ചായത്തിലെ ഭരണത്തിന് BJPയുടെയോ കോൺഗ്രസിൻ്റെയോ ഭരണത്തിന് നല്ല സാംസ്കാരികമായ ഉന്നതിയിൽ നിൽക്കുന്ന ഈ പഞ്ചായത്തിന് നല്ല സാംസ്കാരിക ഉത്സവം പോലും നടത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ തികച്ചും പരാജയമാണ് ഈ 5 വർഷക്കാലത്തെ BJPയുടെയും UDFൻ്റെയും ഭരണം തിരുവില്ലാമലയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. UDFിൻ്റെ പ്രതിനിധിക്ക് പറയാനുള്ള അവസരമാണ്. സ്വയം പരിചയപ്പെടുത്തുക, അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി പറയാം, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ പറയാം. എൻ്റെ പേര് ഉദയൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 4 വർഷമായി തിരുവില്ലാമല പഞ്ചായത്തിൽ ഭരണം കൈയാളിയിരുന്നത് ഞങ്ങളായിരുന്നു. ഏറെ പ്രതിസന്ധികളുടെ കാലഘട്ടത്ത് പതറാതെ അതിജീവനത്തിൻ്റെ പാതയൊരുക്കി എന്നതാണ്, ഏറെ മുന്നോട്ട് പോയി എന്നതാണ് ഞങ്ങൾക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. ഇവിടെ എൻ്റെ സുഹൃത്ത് ആരോപിച്ച ഒരു വിഷയം നിരവധി ഫണ്ടുകൾ ലാപ്സാക്കി എന്നതാണ്. ഇപ്പോൾ ഓൺലൈനിലൂടെ എല്ലാ കാര്യങ്ങളും ലഭ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പകരം കഴിഞ്ഞ 4 വർഷത്തെയും കണക്കുകൾ നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഏതു ഫണ്ടുകളാണ് നമുക്ക് ലാപ്സാക്കിയതെന്നറിയാം. എല്ലാ മേഖലകളിലും റോഡ് ഫണ്ട് ഒഴികെയുള്ള എല്ലാ ഫണ്ടുകളും, അത് ജനറൽ ഫണ്ടുകളായാലും അതല്ലാത്ത മറ്റു മേഖലയിലുള്ള ഫണ്ടുകളെല്ലാം തന്നെയും 100% ചെലവഴിച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് നമ്മളുടെ തിരുവില്ലാമല പഞ്ചായത്ത് എന്ന് 4 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏവർക്കും തന്നെ അറിയാവുന്നതാണ്. മറ്റൊന്ന്, 50 കോടി രൂപയോളം ലാപ്സാക്കി എന്നാണ്. എങ്ങനെയാണ് 50 കോടി രൂപ ലാപ്സാക്കി എന്നത് നമുക്ക് മനസ്സിലാകാവുന്ന സംഗതിയല്ല. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ക്ഷാമവും മറ്റു നേരിട്ടിടുമ്പോഴും പതറാതെ മുന്നോട്ട് പോയി എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഗ്രാമസഭകൾ നടത്താത്ത എങ്ങനെയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോവുക? ഗ്രാമസഭകൾ കാലാകാലങ്ങളിൽ നടത്താതിരുന്നു എന്ന ആരോപണം ഏത് രീതിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. റോഡ് ഫണ്ടുകളുടെ കാര്യത്തിൽ മാത്രമാണ് പുറകോട്ട് പോയി എന്നത് അത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ജലജീവൻ പദ്ധതി ഈ നിയോജകമണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി. തിരുവില്ലാമല പഞ്ചായത്തിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ജലജീവൻ പദ്ധതി തിരുവില്ലാമല പഞ്ചായത്തിലും നടപ്പിലാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 185 കിലോമീറ്ററോളം ദൂരം പൈപ്പ് ലൈൻ വ്യാപനം നടത്തുകയും പൈപ്പ് ലൈൻ വ്യാപനം നടത്തുമ്പോൾ കരാറുകാർ സ്വാഭാവികമായി റോഡിൻ്റെ മുഴുവൻ ഭാഗവും പൊളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അത് കരാറുകാരൻ്റെ തന്നെ ഉത്തരവാദിത്തമായിരുന്നു റോഡ് പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കുക എന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഫണ്ട് ലഭിക്കാതെ വന്നതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കരാറുകാരും, ജലജീവൻ ഏറ്റെടുത്ത മുഴുവൻ കരാറുകാരും വഴിയിലിട്ടിട്ട് പോകുന്ന സ്ഥിതി വിശേഷം വരികയും അത് കൃത്യമായി ജില്ലാ കളക്ടറെയൊക്കെ അറിയിച്ചതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഏപ്രിൽ മാസം 20-ാം തീയതിയാണ് ജില്ലാ കളക്ടർ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അതിനുള്ള പരിഹാരം ബഹുമാനപ്പെട്ട MLAയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന പരിഹാര ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ 5% സംഖ്യ ജലജീവൻ പദ്ധതിക്ക് നൽകേണ്ട സംഖ്യ നൽകേണ്ടതില്ല എന്നും അതുപയോഗിച്ച് ഗ്രാമപഞ്ചായത്തുകൾ തന്നെ റോഡുകൾ പുനഃസ്ഥാപിക്കുന്നുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി DPC അംഗീകാരവും ഒക്കെ ലഭിച്ചു വന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചപ്പോൾ ഏതാണ്ട് മെയ് മാസം 14-ാം തീയതി ആയിരുന്നു. ഈ കഴിഞ്ഞ മെയ് മാസം 14-ാം തീയതിയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത്. തിരുവില്ലാമല പഞ്ചായത്തിലും ഏതാണ്ട് 36ഓളം റോഡുകൾ അത്തരം നടപടികളുമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഓരോന്നായി ചെയ്തു വരികയാണ്. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലൊട്ടാകെ നമ്മൾ ഏത് പഞ്ചായത്തിൽ സമീപിച്ചാലും അതൊക്കെ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ആ ഒരു വിഷയമൊഴിച്ച് മറ്റെല്ലാ മേഖലകളിലും 100% ഫണ്ട് സംഖ്യയും ചെലവഴിക്കാൻ സാധിച്ചു എന്നതാണ് ഞങ്ങൾ എടുത്തു പറയുന്നത്. മറ്റ് പുതുതായി എന്ത് ചെയ്തു എന്നതിനപ്പുറം പുതുതായി ഏറ്റവും വലിയ ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു പട്ടിപ്പറമ്പ് ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിലെ ആരോഗ്യ സബ് സെൻ്റർ എന്നത്. അതൊരു തട്ടിക്കൂട്ട് രീതിയിൽ അവസാനിപ്പിക്കാനല്ല, മറിച്ച് ആയുഷ്മാൻ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച 48 ലക്ഷം രൂപ സമയബന്ധിതമായി പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അവരുടെ സംഭാവനയായി സ്ഥലം വാങ്ങിച്ചുകൊണ്ട് വളരെ സമയബന്ധിതമായി 1 വർഷത്തിനകം പണി പൂർത്തീകരിച്ചു എന്നതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. മറ്റൊന്ന്, 2019 ലഭിച്ച മൃഗാശുപത്രി കെട്ടിടത്തിൻ്റെ വിപുലീകരണം മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ഷീര മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സഹായത്തോടെ ലഭിച്ച ഏതാണ്ട് 60 ലക്ഷം രൂപയോളം 2019 ലഭിച്ച സംഖ്യയാണ്. അത് മാറി മാറി വന്ന LDFിൻ്റെ കാലത്ത് ലഭിച്ച സംഖ്യ തന്നെയാണ്. ഞങ്ങൾക്കത് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. പക്ഷേ 20 ഭരണത്തിലിരുന്ന് 1 വർഷം കൊണ്ട് ഒന്നും ചെയ്യാതിരുന്നപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷമാണ് അതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. തീർച്ചയായും മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും അതേ സമയത്ത് ചേലക്കരയ്ക്ക് ലഭിച്ച സംഖ്യ ഇപ്പോഴും പൂർത്തീകരിക്കാതെ കിടക്കുന്നു. ഞങ്ങളത് സമയബന്ധിതമായി പൂർത്തീകരിച്ചു എന്നതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്.
മറ്റു മേഖലകളിൽ ലൈഫുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ജില്ലയിൽ തന്നെ ഏതാണ്ട് ഏറ്റവും കൂടുതൽ എഗ്രിമെൻറ്റ് വയ്ക്കുകയും ലൈഫ് ഭവന പദ്ധതി പൂർണ്ണമായി പൂർത്തീകരിക്കുകയും ചെയ്ത പഞ്ചായത്തുകളിൽ ഒന്നാണ് തിരുവില്ലാമല പഞ്ചായത്ത്. 600ഓളം വീടുകൾ എഗ്രിമെൻറ്റ് വയ്ക്കാൻ സാധിച്ചു, 400ഓളം വീടുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. ഇതെല്ലാം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്ത് ഏർപ്പാടാക്കിയ അവാർഡിൽ 2ാം സ്ഥാനം ലഭിക്കാനും തിരുവില്ലാമല പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന പ്രദേശമാണ്. മലേശമംഗലം പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കാലങ്ങളായി ഇല്ലാതിരുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് ഏറെ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്. നടയങ്കോട് കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുകയും 20 ലക്ഷം രൂപയും പൂർണ്ണമായി പഞ്ചായത്തിൻ്റെ സംഖ്യ ഉപയോഗിച്ച് പൂർത്തീകരിച്ചു. അത് തീർച്ചയായും അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അത് ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പൂർത്തീകരിച്ചപ്പെട്ട സംഗതിയാണ്. മറ്റൊന്ന്, സാംസ്കാരിക ഉത്സവത്തിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷത്തെ ഒഴികെയുള്ള ബാക്കി 3 വർഷവും തിരുവില്ലാമല പഞ്ചായത്തിൽ എക്സിബിഷൻ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് മറന്നുപോയതായിരിക്കാം. സാംസ്കാരിക ഉത്സവം എന്ന രീതിയിൽ താലപ്പൊലിയുമായി ബന്ധപ്പെട്ട് എക്സിബിഷൻ നടത്താൻ തിരുവില്ലാമല പഞ്ചായത്ത് കാലാകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. 2013 മുതൽ ആരംഭിച്ച എക്സിബിഷൻ ഇടയ്ക്കൊക്കെ വിട്ടുപോയിരുന്നുവെങ്കിലും ഈ വർഷവും 3 തവണയും അത് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കേരളോത്സവം മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും നല്ല രീതിയിൽ കേരളോത്സവം നടത്തുന്ന പഞ്ചായത്തുകളിലൊന്ന് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്താണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അവിടുത്തെ കണക്കുകളും അതിൻ്റെ ഫോട്ടോകളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മറ്റു നിരവധി മേഖലകളിൽ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചു എന്നതാണ് ഞങ്ങൾ ഏറെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. തിരുവില്ലാമല പഞ്ചായത്തിലെ ഒരു വീടുകളിലെങ്കിലും ഈ 4 വർഷത്തിൽ എന്തെങ്കിലും ഒരു സഹായം ലഭിച്ചു എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. ഒരു മെൻസ്ട്രൽ കപ്പ് ലഭിക്കാത്ത, അല്ലെങ്കിൽ ഒരു യോഗ പരിശീലനം ലഭിക്കാത്ത, അതല്ലെങ്കിൽ ആ വീട്ടിലെ കുട്ടിക്ക് നീന്തൽ പരിശീലനം ലഭിക്കാത്ത, അതല്ലെങ്കിൽ ഒരു കട്ടിൽ ലഭിക്കാത്ത, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഗുണഭോക്താവ് ഒരു വീട്ടിലെങ്കിലും ഈ കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഉണ്ടായി എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന് പിന്തുണ നൽകിയ 17 അംഗങ്ങളോടുമുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. വളരെ കൃത്യമാണ്. അടുത്തത് NDA പ്രതിനിധിയിലേക്ക് പോകാം. സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾക്ക് പറയാവുന്നതാണ്. എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയാണ്. എൻ്റെ 2 സഹ പാനലിസ്റ്റുകളും ഇവിടെ ഘോര പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് കേട്ടു. ആദ്യം പറഞ്ഞ എൻ്റെ സുഹൃത്തായ ഗോപേട്ടൻ പറഞ്ഞു തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ വികസനം നടന്നിട്ടില്ല എന്ന്. അതിൻ്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. കാരണം ഒരു വർഷം വളരെ നല്ല രീതിയിൽ ഭരിച്ചിരുന്ന പഞ്ചായത്തിനെ രാത്രിയുടെ മറവിൽ അട്ടിമറിച്ചുകൊണ്ട് കോസി സഖ്യം ആദ്യമായി ഭരണത്തിലേറിയത് തിരുവില്ലാമല പഞ്ചായത്തിലാണ്. അപ്പോൾ അതിൻ്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. സ്വയം വിലയിരുത്തിയാൽ വളരെ നന്നായിരിക്കും. 2ാമത്തെ കേസ്, ഈ തിരുവില്ലാമല പഞ്ചായത്തിലാണ് ഇന്ത്യ സഖ്യം ആദ്യമായി നിലയിൽ വന്നത്. ഇത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യം എന്ന ആശയം തന്നെ അദ്ദേഹത്തിന് തോന്നിയത്. കാരണം ആദ്യമായി കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം ഒന്നിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി തിരുവില്ലാമല ഭരിക്കുന്നതിൽ വിളറിവുണ്ട്. കാരണം തങ്ങൾക്കിനി ഒരു തുടർ ഭരണം കിട്ടില്ല എന്ന ഒരു തിരിച്ചറിവിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഇവർ ചെയ്തത്. ആ ഒരു വർഷം ഞങ്ങൾ നടപ്പാക്കിയ ചില കാര്യങ്ങളുണ്ട്. ഒരു വർഷം മാത്രമേ ഞങ്ങൾ കിട്ടിയുള്ളൂ. അതും കോവിഡിൻ്റെ ആ പിടിമുറുക്കിയ സമയത്തായിരുന്നു. അതിൽ ആ ഒരു വർഷം കൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആദ്യ വാക്സിനേഷൻ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ, അതായത് തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ 4-5 പഞ്ചായത്തിനുള്ളിൽ കയറി കൂടാൻ കഴിഞ്ഞു എന്ന നല്ലൊരു ബഹുമാനം ഞങ്ങൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വർഷം ഞങ്ങൾ ഭരിച്ചിരുന്നെങ്കിലും ഞങ്ങളുടെ പദ്ധതികളൊന്നും പൂർത്തീകരിക്കാൻ ഇവിടുത്തെ CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും സമ്മതിച്ചില്ല എന്ന് തന്നെ ഈ തിരുവില്ലാമല ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ വെച്ച പദ്ധതിയായിരുന്നു ബഡ്സ് സ്കൂൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ബഡ്സ് സ്കൂൾ ചേഞ്ച് ചെയ്തത്. അതും യാതൊരുവിധ മുന്നൊരുക്കങ്ങളും നടത്താതെ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ആ ബഡ്സ് സ്കൂൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തത്. അവിടെ ഞങ്ങളൊരു മിനി ഓഡിറ്റോറിയമാണ് ഞങ്ങളുടെ സങ്കല്പത്തിലുണ്ടായിരുന്നത്. അതും അവരെ കൊണ്ട് സാധിച്ചില്ല. 2ാമത്തെ മാലിന്യ സംസ്കരണമാണ്. നമുക്കറിയാം തിരുവില്ലാമലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ ഇന്നത്തെ അവസ്ഥ. 75,000 രൂപ മുടക്കിയിട്ട് 3 ഫേസ് ലൈൻ കൊണ്ടുവന്നിട്ട് ഇന്നത് യാതൊരു ഉപയോഗവുമില്ലാതെ അവിടെ കിടക്കുകയാണ്. 1 ഏക്കർ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി, മാലിന്യ സംസ്കരണത്തിന് വേണ്ടി 1 ഏക്കർ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി അന്നത്തെ ഭരണസമിതി പ്ലാൻ ചെയ്തപ്പോൾ അതിനെ മുടക്കിയത് ആരാണ്? കോൺഗ്രസ് ഭരണസമിതിയാണ്. എന്തുകൊണ്ട്? വേറൊരു വ്യക്തിയെ സഹായിക്കാൻ എന്ന നിലയിൽ. കാരണം എന്താ വെച്ചാൽ ഇന്ന് ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും മാസം ലീസിന് കാശ് കൊടുത്ത് ഇത് നടത്തിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവർ 2 പേരും തിരുവില്ലാമലയിൽ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്.
രണ്ടാമത്തെ കേസ് ടേക്ക് എ ബ്രേക്ക്. ഇത്രയും നല്ല രീതിയിൽ ടേക്ക് എ ബ്രേക്കിൻ്റെ ആദ്യത്തെ ഫണ്ട് വെച്ചത് ഞങ്ങൾ ഭരിക്കുന്ന കാലത്താണ്. ആ ഒരു വർഷത്തിനാണ് ടേക്ക് എ ബ്രേക്കിൻ്റെ ഫണ്ട് വെച്ചത്. അത് ഇപ്പോഴും പണി പൂർത്തീകരിച്ചിട്ടില്ല, ഇനിയും അതിൽ പണി ബാക്കിയുണ്ട്. പക്ഷേ 4 വർഷം കൊണ്ടാണ് അവർക്കത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ കേസ് നിലാവ് പദ്ധതി. 500ഓളം ലൈറ്റുകൾ ഞങ്ങൾ ഒറ്റ വർഷത്തിനുള്ളിൽ ഈ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ ഇട്ടുകൊടുത്തു. ഒരു കോവിഡ് പിടിമുറുക്കിയ കാലഘട്ടത്തിൽ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ പോരാ എന്ന രീതിയിലാണ് അവർ രണ്ടുപേരും കൂടെ ഒത്തുചേർന്ന് ഇരുട്ടിൻ്റെ മറവിൽ ഒരു നാടകം നടത്തിയത്. പിന്നെ ബഹുമാനപ്പെട്ട ഗോവേട്ടൻ പറഞ്ഞു റോഡുകളുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഉദയേട്ടൻ പറഞ്ഞു റോഡുകളുടെ കാര്യം. തിരുവില്ലാമല പഞ്ചായത്തിൽ മാത്രമല്ല ജലജീവൻ മിഷൻ നടപ്പിലാക്കിയത്, ഒരുപാട് പഞ്ചായത്തുകൾ നടപ്പിലാക്കിയിട്ടുണ്ട് കേന്ദ്ര പദ്ധതിയായ ജലജീവൻ മിഷൻ. പക്ഷേ തിരുവില്ലാമല റോഡുകളെ പോലെ ശോചനീയമായ റോഡ് ഒരവസ്ഥ ബാക്കി ഏതൊരു പഞ്ചായത്തിലും ഇല്ല. നമ്മുടെ തൊട്ട് സമീപ പഞ്ചായത്തുകളിലൊക്കെ ജലജീവൻ മിഷൻ നടപ്പാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി നോക്കണം. യാതൊരുവിധ കോട്ടവും കൂടാതെ അവരാ വളരെ പ്ലാനിങ്ങോട് കൂടി അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ നടന്നത്? ഇപ്പോൾ എല്ലാ റോഡുകളും പൊളിച്ചിട്ടിട്ട് കോൺട്രാക്ടർക്ക് പറയും നാളെ വരുണ്ടാറ്, മറ്റന്നാൾ വരുണ്ടാറ്. ഇത് ഇനിയിപ്പോൾ ഇലക്ഷൻ വരെ തന്നെ നീണ്ടുപോകും. ജനങ്ങൾക്ക് ഒരു വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി എല്ലാ റോഡും പൊളിച്ചിട്ട്. ഇതൊക്കെ ജനങ്ങൾ പറ്റിക്കാന്നല്ല പിന്നെന്താ പറയുള്ളത്. അതുപോലെ തന്നെ കുടിവെള്ളം. ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഞങ്ങൾ ജൽജീവൻ മിഷൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന്. കേന്ദ്ര പദ്ധതിയായ ജൽജീവൻ മിഷൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ആദ്യത്തെ വർഷം ഞങ്ങൾ 900 കണക്ഷൻ ഞങ്ങളവിടെ കൊടുത്തു. അത് ഇവിടെ പറയാൻ മനഃപൂർവ്വം വിസ്മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഉദയേട്ടൻ മറന്നുപോയതായിരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളത് 900 കണക്ഷൻ ആദ്യത്തെ വർഷം കൊടുത്തിട്ടുണ്ട് എന്ന് ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. ഇപ്പോഴും കുടിവെള്ളക്ഷാമം 2-3 ഭാഗവും പുഴയായി ചുറ്റപ്പെട്ട് കിടക്കുന്ന നമ്മുടെ പഞ്ചായത്തിൽ ഇന്നും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. നമുക്കറിയാം നടങ്കോട് പദ്ധതിയൊക്കെ പറഞ്ഞു വലിയ കാര്യത്തിൽ. ഇനിയും ഇതൊക്കെ പറഞ്ഞാലും ഈ വർഷം മാർച്ച് ആകുമ്പോഴും വീണ്ടും കുടിവെള്ള ടെൻഡർ വയ്ക്കും. അതെന്തുകൊണ്ട്? ഇവർ കുടിവെള്ളം മുഴുവൻ നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ ഇവർ ടെൻഡർ എന്തിനാണ് വയ്ക്കുന്നത്? കഴിഞ്ഞ 4 വർഷം 5 വർഷം കൊണ്ട് കാണുന്നതാണല്ലോ മാർച്ച് മാസമാകുമ്പോൾ കുടിവെള്ളത്തിന് ടെൻഡർ വയ്ക്കുന്നത്. അതെന്ത് കാര്യത്തിന്? പിന്നെ കുടിവെള്ളം സമൃദ്ധമാണ്, സുഭിക്ഷമാണെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ തെരുവ് നായ ശല്യം നമുക്കറിയാം. നമ്മുടെ കൊച്ചു മക്കളൊക്കെ വളരെ നടന്നു പോകുന്ന സാധാരണക്കാരായ ആളുകളാണ് തിരുവില്ലാമല എല്ലാവരും. അപ്പം കുട്ടികളൊക്കെ ഒരുപാട് നടന്നു പോകുന്നൊരു പഞ്ചായത്താണ് നമ്മുടെ. ഒരുപാട് തെരുവ് നായ, അതായത് നമ്മളൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ അടക്കം തെരുവ് നായ പിന്നാലെ ഓടി വരുന്ന അവസ്ഥയാണ്. ഇതുവരെയായിട്ട് അതിനെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ ഇന്നത്തെ ഭരണസമിതിക്കായിട്ടില്ല. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് വരാം. അതിനു മുൻപ് ഇതിനുള്ള മറുപടി പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാവുന്നതാണ്. അദ്ദേഹം ആരോപിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി പറയാവുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രസാദ് പറഞ്ഞത് തെരുവുനായ്ക്കളുടെ ശല്യമാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. തെരുവുനായ്ക്കളുടെ ശല്യം തിരുവില്ലാമല പഞ്ചായത്തിൽ മാത്രമുള്ളതല്ല. അതിന് നടപടിയെടുക്കേണ്ടത് തിരുവില്ലാമല പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുമല്ല. കേരളത്തിലൊട്ടാകെ ഇന്ത്യയിലൊട്ടാകെ നിലനിൽക്കുന്നൊരു വിഷയം. തെരുവുനായ്ക്കളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഓർഡർ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് നായ്ക്കളെ കൊല്ലാൻ കഴിയുക? ABC പദ്ധതി ജില്ലയിൽ ഒട്ടാകെ നടപ്പിലാക്കുന്നു. ഒരു ABC കേന്ദ്രം മാത്രമാണ് ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് പരിമിതികളും ഉണ്ട് എന്നത് ജില്ലാ ഭരണകൂടത്തിന് പോലും അറിയുന്ന വിഷയമാണ്. മറ്റൊന്ന്, ഗോപദാസ് എൻ്റെ സുഹൃത്ത് നേരത്തെ പറഞ്ഞ കാട്ടുപന്നിയുടെ ശല്യം അതിന് ഉത്തരവ് ലഭിച്ച ആദ്യം തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും ആദ്യം 100ഓളം കാട്ടുപന്നികളെ കൊന്ന പഞ്ചായത്ത് തിരുവില്ലാമല പഞ്ചായത്താണ് എന്ന് എല്ലാ ആത്മവിശ്വാസത്തോടും കൂടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. പിന്നെ എൻ്റെ BJP സുഹൃത്ത് പറഞ്ഞത് 1 വർഷം കൊണ്ട് ആരംഭിച്ച പദ്ധതികളാണ് ഇത്. എല്ലാം അവർ കൊണ്ടുവന്ന പദ്ധതികളാണ്. അതിന് മറ്റു മറുപടികളൊന്നുമില്ല. ടേക്ക് എ ബ്രേക്ക് അത് ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല. അല്ല, അത് ആദ്യം ഞങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു. അത് മാത്രമല്ലോ പദ്ധതി കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ അല്ലാന്ന് പറയാൻ പറ്റുമോ? ഉദയണ്ണെ ഒരിക്കലും പറയാൻ പറ്റില്ല. ടേക്ക് എ ബ്രേക്ക് എന്നത് നിങ്ങൾ കൊണ്ടുവന്ന ആശയം ആണെന്ന് പറയരുത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ആശയം. അത് എല്ലാ ചേലക്കരയിൽ ഒരുപക്ഷെ ടേക്ക് എ ബ്രേക്ക് അതിനു മുമ്പ് വന്നിരിക്കാം. ടേക്ക് എ ബ്രേക്ക് എന്നത് ഒരു പദ്ധതി ആയിരുന്നു. അത് പൂർത്തീകരിക്കുക എന്നതാണ് ഒരു ഭരണസമിതിയുടെ ലക്ഷ്യം. അതിന് ബന്ധപ്പെട്ട് അവിടെ മരം മുറിക്കാൻ ഉള്ള കാലതാമസങ്ങളുണ്ടായിരുന്നു. അതിനെന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത്? ആ നടപടികൾക്കുമായി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ? അതോടൊപ്പം കല്യാണ മണ്ഡപം, അത് ടേക്ക് എ ബ്രേക്ക് ബഡ്സ് സ്കൂൾ സ്വാഭാവികമായി കാട്ടുകുളത്തേക്ക് വരുമ്പോൾ തീർച്ചയായും അവിടെ കല്യാണ മണ്ഡപം ഉണ്ടാകും എന്നത് അതിൻ്റെ ഭാഗമായുള്ള ഒരു ആശയം തന്നെയാണ്. അത് 1 വർഷം കൊണ്ട് ഞങ്ങൾ വന്നതാണ് എന്നത് എട്ടുകാലി മമ്മൂഞ്ഞുമാർ പറയുന്ന ഭാഷയാണ്. അതിന് മറുപടിയില്ല. നിങ്ങൾ തന്നെ പറയുന്നു ഞങ്ങൾക്ക് കോവിഡിൻ്റെ കാലമായിരുന്നു, അതുകൊണ്ട് പരിമിതികളുണ്ടായിരുന്നു. പിന്നീട് പറയുന്നു എല്ലാം ഈ 1 വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. അതിലെന്ത് ലോജിക്കുണ്ട് എന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, റോഡിൻ്റെ വിഷയം പറഞ്ഞു. അത് നിങ്ങൾ മറ്റു പഞ്ചായത്തുകളുമായി കമ്പയർ ചെയ്യുമോ? അവിടെ ഏത് പഞ്ചായത്തിലും
ആണ് ഇത്തരത്തിൽ എല്ലാ റോഡുകളും നേരാക്കാൻ വേണ്ടി ജലജീവൻ പദ്ധതി നടപ്പിലാക്കിയത് വഴി ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നേരത്തെ ഇവിടെ പറഞ്ഞ ഒരു വർഷത്തെ ശേഷം മറച്ചിട്ടു അല്ലെങ്കിൽ മറ്റു ഏതൊക്കെ രീതിയിൽ മറച്ചിട്ടു എന്നതാണ്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വർഗീയ കക്ഷികളെ ഈ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് ഒരു ജനാധിപത്യ സംഘടന എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബാധ്യതയാണ്. CPM അത്തരമൊരു ആശയവുമായി മുന്നോട്ട് വന്നപ്പോൾ തീർച്ചയായും ഞങ്ങൾ അതിനു വേണ്ടി വോട്ട് ചെയ്തു. പക്ഷേ ഞങ്ങൾ ഒരിക്കലും കുറുക്കുവഴികളിലൂടെ അധികാരത്തിലെത്താൻ നോക്കിയിട്ടില്ല. വീണ്ടും നറുക്കെടുപ്പിലൂടെ തന്നെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകളുമായി മുന്നോട്ട് പോയി. വർഗീയ ശക്തികളെ മാറ്റി നിർത്തുക എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയത്തിൻ്റെ ഭാഗമായി CPM അത്തരത്തിലൊന്ന് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിന് ഞങ്ങൾ പിന്തുണച്ചു. പക്ഷേ ഞങ്ങൾ ഒരു കുറുക്കു വഴിയും തേടിയിട്ടില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നത് നറുക്കെടുപ്പിലൂടെ തന്നെയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അടുത്ത നമുക്ക് സദസ്സിലേക്ക് പോകാം. സദസ്സിലുള്ള ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മാലിന്യമുക്തവുമായി സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വന്നപ്പോൾ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഏത് നിലയിലാണ് എത്തിയത്? അതുമായി ബന്ധപ്പെട്ട് ഒന്ന് വിശദീകരിക്കണം. ഇതൊരു ചോദ്യമാണ്. ഇപ്പോൾ മാലിന്യമുക്തവുമായി ആരോടാണ് നിങ്ങൾ ചോദിക്കുന്നത്? കൃഷ്ണപ്രസാദിനോട്. മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന ചോദ്യത്തിന് മുന്നേ ഞാൻ നമ്മുടെ ഉദയേട്ടൻ പറഞ്ഞൊരു കാര്യത്തിന് മറുപടി ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, തൃശ്ശൂർ ജില്ലയിൽ ജൽജീവൻ മിഷൻ നടപ്പാക്കിയ അനവധി പഞ്ചായത്തുകളുണ്ട്. നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അവിടുത്തെ റോഡുകളൊന്നും ഇങ്ങനെ ശോചനീയമായ അവസ്ഥയിലായിട്ടില്ല. അത് ഭരണസമിതിയുടെ പിടിപ്പേട് തന്നെയാണ്. കാരണം നമ്മൾക്കൊക്കെ അറിയാം, 2 വർഷമായി ഇവിടെ റീടാറിങ് നടന്നിട്ട് ആദ്യത്തെ വർഷം പറഞ്ഞു ഞങ്ങൾക്ക് ജൽജീവൻ ഫണ്ട് കിട്ടിയില്ലെന്ന്. 2ാമത്തെ വർഷം പറഞ്ഞു ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത്. അത് ഭരണസമിതിയുടെ കഴിവുകേട് തന്നെയാണ്. പിന്നെ ഇതിന് മുന്നത്തെ ഭരണസമിതിയായ ഗോവേട്ടൻ്റെ 15 തൊട്ട് 20 വരെ ഇവിടെ അവരൊരു വികസനം നടത്തിയിട്ടില്ല. 5 വർഷം അങ്ങനെ കാലാനുസൃതമായ വികസനം മാത്രമേ നടത്തിയുള്ളൂ. അവരുടെ പ്രകടന പത്രിക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഗോശാല നിർമ്മിക്കും, അതുപോലെ വൈദ്യുത ശ്മശാനം. ഇതൊക്കെ എവിടെ പോയി? 15 തൊട്ട് 20 വരെ CPM അല്ലേ എവിടെ ഭരിച്ചിരുന്നത്? അതൊന്നും കാണാനില്ല തിരുവില്ലാമല പഞ്ചായത്തിൽ. ഗോശാലയില്ല, വൈദ്യുത ശ്മശാനവും ഇല്ല. പിന്നെ ഒരു ടർഫ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വളരെ സാഹസികമായിട്ടാണ് ആ ടർഫിൻ്റെ ഉദ്ഘാടനം നടന്നത് ഈ അടുത്ത ദിവസം. കാരണം എന്ന് വെച്ചാൽ ടർഫ് ഒന്നുമില്ല, ഉദ്ഘാടനം മാത്രം നടന്നിട്ടുണ്ട്. അതിനകത്ത് പുല്ല് വെച്ചിട്ടില്ല, അതിനകത്ത് ബാക്കി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. ഇലക്ഷന് മുന്നേ ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് കാര്യമില്ല. അതാണ് എൻ്റെ സഹപാനലിസ്റ്റോട് പറയാനുള്ളത്. കാരണം കേരളത്തിലെ തിരുവില്ലാമലയിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്തൊക്കെ ഇവിടെ വികസനം നടന്നിട്ടുണ്ട്, എന്തൊക്കെ വികസനം നടത്തിയിട്ടില്ല എന്നൊക്കെ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് എന്നോട് സുഹൃത്ത് ചോദിച്ചു, ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ മിഷറീസ് വാങ്ങിക്കാൻ വേണ്ടി തിരുവില്ലാമല പഞ്ചായത്തിൽ BJP അധികാരത്തിലിരിക്കുമ്പോൾ ഫണ്ട് വെച്ചത് താങ്കളുടെ മെമ്പറായോട് താങ്കൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. അതിന് 3 ഫേസ് ലൈൻ വലിക്കാൻ വേണ്ടിയിട്ട് 75,000 രൂപ മാറ്റിവെച്ചും താങ്കൾക്കറിയാമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ശേഷി കുറവാണ്, മാലിന്യം സംസ്കരിക്കാനുള്ള അത് അടിസ്ഥാനപരമായിട്ട് ഇത് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് സമീപത്ത് കിടക്കുന്ന ഒരു ഏക്കർ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ഇടുന്നു. അത് മുടക്കിയതാരാ? നമ്മുടെ പ്രിയപ്പെട്ട ഉദയേട്ടൻ പറഞ്ഞ പോലെ ഈ ഓൺലൈൻ സുതാര്യത ഉറപ്പുവരുത്തി ഈ കാര്യങ്ങളെല്ലാം കാര്യക്ഷമമായിട്ട് ടെൻഡർ വിളിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ കാലത്ത് നമ്മുടെ പദ്ധതികളെല്ലാം പാളിച്ചു പറ്റി. അതിൻ്റെ കണക്കുകളാണ് ഗോപേട്ടനും ഒക്കെ ആയിട്ട് പറഞ്ഞത്. ഇത്രയും സുതാര്യമായി നടത്തേണ്ട കാര്യം സ്വച്ഛ അഭിയാൻ, അതായത് ശുചിത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തെരുവ് നായ്ക്കൾ പ്രശ്നം, ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായിരുന്നു. പക്ഷേ ഇതിലെല്ലാം കാര്യക്ഷമത കുറവ് മൂലമാണ് പാളിച്ചു പറ്റിയത്. അതാണ് LDF പ്രതിനിധി പറഞ്ഞത്. ഇതുകൊണ്ട് ഈ ഭരണപരാജയം വരേക്ക് കാര്യങ്ങൾ എത്തിച്ചത് സുതാര്യത. അതുപോലെ കേന്ദ്ര പദ്ധതിയിൽ വേണ്ടി കിട്ടിയ ഒരേ ഒരു സംഗതിയാണ് പഞ്ചായത്തിൽ നടപ്പിലായത്. അത് 48 ലക്ഷം രൂപയ്ക്ക് ആയുഷ്മാൻ കേന്ദ്ര പദ്ധതി. ഇതാണ് ഒരു നേട്ടമായിട്ട് പറയാനുള്ളത്. ഈ കേന്ദ്ര പദ്ധതിയിൽ കാര്യങ്ങൾ ഇരിക്കുമ്പോൾ നോക്കൂ, നമ്മൾ ഈ നിൽക്കുന്നത് ഇപ്പോൾ ഭരണം BJPയുടെ അട്ടിമറിച്ചൊരു സമയത്താണ് നിൽക്കുന്നത്. ഇതേ ഒരു പരാജയമാണ് ബീഹാറിൽ ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പരാജയം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയുടെ റിസൾട്ടാണ് ഇന്നിപ്പോൾ ബീഹാർ ഇലക്ഷനിൽ ഇന്ത്യ മുഴുവൻ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്തൊക്കെ ഒഴിവാക്കി കേന്ദ്ര പദ്ധതി ചേർന്ന് നമ്മുടെ തിരുവില്ലാമലയിൽ വികസനത്തിൽ എത്തിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് രാഷ്ട്രീയം കളിക്കുന്നത്? ചോദ്യം എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. അത് തന്നെ രാഷ്ട്രീയം കളിക്കുന്നത് എന്തിനാണ് കൂടുതലായിട്ട്? ഇത്രയും ആരുടെ ചോദിക്കുന്നത്? പൊതുവെ CPM പ്രതിനിധിയോടും അതെ, UDF പ്രതിനിധി. അതെ. ഇവിടുത്തെ എൻ്റെ 2 സുഹൃത്തുക്കളും ഇവിടെ ഈ ഭരണപരാജയത്തിൻ്റെ ദൃശ്യമായ ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. 1 വർഷക്കാലത്തെ BJPയുടെ ഭരണത്തിൻ്റെ കുറ്റസമ്മതമാണ് ഇവിടെ എൻ്റെ സുഹൃത്ത് പ്രസാദും സുഹൃത്ത് ഉദയനും ഇവിടെ നടത്തിയിട്ടുള്ളത്. തീർത്തും സമ്മതിക്കുകയാണ്.
തിരുവല്ലാമലയിൽ ഇന്ന് കാണുന്ന എല്ലാ വികസനത്തിൻ്റെയും വക്താക്കൾ എന്ന് പറയുന്നത് 2000-ൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആണ്. ആ പ്രാദേശിക ഗവൺമെൻറ്റാണ് ആദ്യമായി തിരുവല്ലാമലയുടെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അത് സത്യസന്ധമായ കാര്യമാണ്, പരിശോധിക്കാവുന്നതാണ്. ബസ് സ്റ്റാൻഡ് അല്ലേ, അത് ഇതിന് ഉള്ള ഇത് തിരുവല്ലാമലയുടെ എക്കാലത്തെയും ഒരു ആവശ്യമായിരുന്നു. നല്ലൊരു ബസ് സ്റ്റാൻഡ് നമുക്ക് തിരുവല്ലാമലയിൽ ഉണ്ടാകണമെന്ന്. വില്ലേജ് ഓഫീസുകൾ ആയിരുന്നു അവിടെ. അതിൻ്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി നല്ലൊരു ബസ് സ്റ്റാൻഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നതാണ് തിരുവല്ലാമല. പിന്നീട് 2005-ൽ അധികാരത്തിൽ വന്ന സി കുട്ടപ്പൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രാദേശിക ഗവൺമെൻറ്റും തിരുവല്ലാമലയുടെ വികസനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. പിന്നീട് വന്ന KP ഉമാശങ്കർ നേതൃത്വം കൊടുക്കുന്ന പ്രാദേശിക ഭരണസമിതി അല്ലേ, ആ വികസനം തന്നെയാണ് മുഴുവൻ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, അതായത് പട്ടികജാതി വിഭാഗങ്ങൾക്ക് പോലും കുടിവെള്ള പദ്ധതി ടാങ്കുകൾ കൊടുത്തത് ഈ പ്രാദേശിക ഗവൺമെൻറ്റാണ്. അതാണ് കുടിവെള്ള പദ്ധതി അന്നു മുതൽ രൂക്ഷമായി നിൽക്കുന്ന തിരുവല്ലാമല പഞ്ചായത്തിനകത്ത് ജലനിധി പദ്ധതി നടപ്പിലാക്കിയത് ഈ പ്രാദേശിക ഗവൺമെൻറ്റാണ്, LDFൻ്റെ ഗവൺമെൻറ്റാണ് അല്ലേ. അത് അവകാശപ്പെടാൻ വേണ്ടി കഴിയും. അങ്ങനെ കുടിവെള്ള ക്ഷാമം 2000-ലാണ് തിരുവല്ലാമലയിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം നേരിട്ട ഒരു കാലഘട്ടമുണ്ടായത്. ഭാരതപ്പുഴയിൽ പോലും അല്ലേ, ആ നീളാ നദിയിൽ പോലും കുഴി കുഴിച്ച് വെള്ളം കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്ത ഒരു അവസ്ഥ തിരുവല്ലാമലയിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ വികസനപരമായ കാഴ്ചപ്പാടാണ് അല്ലേ, വിശാലമായ കാഴ്ചപ്പാടാണ് ജലനിധി പദ്ധതിക്ക്. ജലനിധി പദ്ധതിയുടെ ഫണ്ടിന് വേണ്ടി എന്നും തൃശ്ശൂർക്ക് പോക്കാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് തിരുവല്ലാമലയിൽ 65ഓളം വരുന്ന ജലനിധി പദ്ധതി. ഇത് യാഥാർത്ഥ്യമാണ്, ഇവിടെ നിന്ന് നുണ പറയുന്നതല്ല, പരിശോധിക്കാം പഞ്ചായത്തിനകത്ത്. ഇന്നും അതിലൂടെയാണ് കുടിവെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജൽജീവൻ പദ്ധതിയൊക്കെ തന്നെ പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അത് അമ്പെ പരാജയമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. പല ഭാഗങ്ങളിലും റോഡുകൾ കീറി മുറിച്ചിരിക്കുകയാണ് അല്ലേ, ഉള്ള ഇടവഴികൾ പോലും നടക്കാൻ സഞ്ചാരയോഗ്യം അല്ലാതാക്കി തീർത്തിയിരിക്കുകയാണ് കോൺഗ്രസും BJPയും കൂടി. അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ തിരുവല്ലാമലയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാലുകൾ കീറി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പേക്കാട് പ്രദേശം അല്ലേ, വരണമ്പാടം പ്രദേശം, മലേശമംഗലത്തിൻ്റെ ഉൾവഴികൾ ഇടവഴികൾ ഒക്കെ തകർന്ന് തരപ്പണമാക്കി കിടത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? കോൺഗ്രസും BJPയുമാണ്. അവരുടെ ഭരണം തിരുവല്ലാമലയിൽ തികച്ചും പരാജയമാണ്, വികസനമില്ലാത്തത്. അങ്ങനെ പരാജയമാണെങ്കിൽ നിങ്ങൾ NDA ഭരിക്കുമ്പോൾ നിങ്ങളൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. പിന്നീട് UDF ആണ് അധികാരത്തിൽ വന്നത്. ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, പിന്നീട് ഒരു അവിശ്വാസ പ്രമേയം പിന്നീട് എന്താ നിങ്ങൾ കൊണ്ടുവരാതെ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലോ, അതുകൊണ്ട് രണ്ടാമതിന് അവിശ്വാസം കൊണ്ടുവരില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഒരു ആദർശത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ്. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലേ, ഇടതുപക്ഷം ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വർഗീയ ശക്തികളുമായിട്ടുള്ള യാതൊരു കൂട്ടുകെട്ടും ഞങ്ങൾക്കില്ല. അവിശ്വാസം കൊണ്ടുവന്നു എങ്കിലും പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഇതും ചെയ്തത് അതിൽ ഞങ്ങൾ പങ്കാളികളല്ല. ഈ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നതിൽ ഞങ്ങൾ പങ്കാളികളല്ല. ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് പങ്കാളികളല്ല. പിന്നീട് പഞ്ചായത്തിനകത്ത് കോൺഗ്രസിന്റെയും BJPയുടെയും അഭിഷേക് കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് തല്ലുകൂടുകയാണ് പഞ്ചായത്തിനകത്ത്. ഒഴിവുകൾ ഉണ്ടാകുമ്പോൾ പഞ്ചായത്തിനകത്ത് എന്തെങ്കിലും ഒഴിവുകൾ ഉണ്ടാകുമ്പോൾ, ജോലി സാധ്യതകൾ ഉണ്ടാകുമ്പോൾ എനിക്ക് വേണം നിനക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രൈവർ BJPയുടെ ആണെങ്കിൽ ഒരു ഡ്രൈവർ കോൺഗ്രസിന്റെയാണ്. ഏതെങ്കിലും ഇതിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിനകത്ത് കോൺഗ്രസും BJPയും ഈ ഭരണം നടത്തിയിട്ടുള്ളത്. അതാണ് ഭരണപരാജയം. രണ്ടാമത് അവിശ്വാസം എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, രണ്ടാമത്തിന്റെ അവിശ്വാസം കൊണ്ടുവരേണ്ടതിന്റെ യാതൊരു അനിവാര്യതയുമില്ല. ഇതിനകത്ത് കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിനിധികളോടാണ് രണ്ടുപേരോടും ഒരുമിച്ച് ചോദിക്കാറുള്ളതാണ്. ഇവിടെ ഒരു കൊല്ലത്തെ വികസനം BJPയും 4 കൊല്ലത്തെ വികസനം കോൺഗ്രസും പറഞ്ഞ കൂട്ടത്തിൽ എന്തോ ഭാഗ്യത്തിന് കുത്താമ്പുള്ളി കൊണ്ടാഴി പാലം ആരംഭിച്ചത് ഞങ്ങളും പൂർത്തീകരിച്ചത് UDF എന്ന് പറയാഞ്ഞത് മഹാഭാഗ്യ. അതുകൂടി അങ്ങോട്ട് കൂട്ടിച്ചേർത്തുവെങ്കിൽ തിരുവല്ലാമല ഇന്ന് കാണുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ
ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഞങ്ങളാണ് അതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയുന്ന സ്ഥിതി. ഇവിടെ പറഞ്ഞത് ഓരോന്നെടുക്കാം. പ്രസാദ് പറഞ്ഞു ടേക്ക് എ ബ്രേക്ക്. ആരുടെ കാശ്? കേരള ഗവൺമെൻറ് എല്ലാ പഞ്ചായത്തുകളിലും ടേക്ക് എ ബ്രേക്ക് ആരംഭിക്കുന്നതിന് വേണ്ടി ഫണ്ട് കൊടുത്തു. ഇവരെന്താ ചെയ്യണത്? ടേക്ക് എ ബ്രേക്ക് കോൺട്രാക്ടർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പണിയുമ്പോൾ അവിടെ പോയി നോക്കിയേക്ക്. അതാണോ പണി? പട്ടിപ്പറമ്പിൽ ശ്രീ ഉദയൻ പറഞ്ഞു അവിടെ ആരോഗ്യ സബ് സെൻ്റർ മനോഹരമായി പണിതു. ആര് പണിതു? കാശ് വേറെ സ്ഥലത്തുനിന്ന് ഫണ്ട് കിട്ടുന്നു, അതുപോലെ തന്നെ കോൺട്രാക്റ്റ് കൊടുക്കുന്നു, പണിയുന്നു. കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കേന്ദ്രമോ തരുന്ന ഫണ്ട് ഉപയോഗിച്ച് അവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തി പൂർത്തീകരിച്ചാൽ അതിൻ്റെ പിതൃത്വം ചോദ്യം ഞങ്ങൾക്ക്. അതെ, അപ്പം ഇതൊന്നും ആരുടെ അല്ല, പഞ്ചായത്തിൻ്റേതല്ല. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ 52 കോടി രൂപ കഴിഞ്ഞ 5 വർഷം കിട്ടിയപ്പോൾ 26 കോടി രൂപ മാത്രമാണ്. കണക്ക് പരിശോധിക്കാൻ പറഞ്ഞു ഓൺലൈനിൽ. പട്ടികജാതി ഫണ്ട് ഇതിനൊന്നും മറുപടി പറയാൻ പറ്റുമോ? ഈ മെയിൻ്റനൻസ് ഗ്രാൻഡ് ലാപ്സാക്കിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ഫണ്ടുകളും ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. തിരിച്ചു വരാം. ഞങ്ങളൊരു അനാവശ്യ അവകാശവാദങ്ങളും ഉന്നയിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ആയുഷ്മാൻ ഭാരത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ കേരളത്തിൽ എല്ലായിടത്തും നടപ്പിലാക്കുന്നു. അത് ലഭിക്കുമ്പോൾ അത് കൃത്യമായി നടപ്പിലാക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണസമിതി ചെയ്യേണ്ടത്. അത് കൃത്യമായി ചെയ്തു എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഒരു അനാവശ്യമായ അല്ലെങ്കിൽ ഒരു അവകാശവാദവും ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ടേക്ക് എ ബ്രേക്ക് BJPയുടെ പ്രതിനിധി പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് കൃത്യമായി പറഞ്ഞത്. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്, അത് നടപ്പിലാക്കേണ്ട ബാധ്യത ഞങ്ങളുടേതായിരുന്നു. അത് നടപ്പിലാക്കാൻ താമസം വരുമ്പോൾ അതിന് ചില സാങ്കേതിക നടപടികൾ ഉണ്ടായി എന്നത് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റു അവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിരന്തരം ചോദിക്കുന്നു. അതിന് ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി ഇത് തന്നെയാണ്. വർഗീയ ശക്തികളെ മാറ്റി നിർത്തുക എന്നത് ജനാധിപത്യ പാർട്ടികളുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ്. അവിശ്വാസം CPM കൊണ്ടുവന്നപ്പോൾ അതിനെ ഞങ്ങൾ അനുകൂലിച്ചു. ഞങ്ങൾ ഒരു കുറുക്കുവഴിയും തേടിയിട്ടില്ല. വീണ്ടും ആ രീതിയിൽ തന്നെയാണ്, നറുക്കെടുപ്പിലൂടെ തന്നെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ എൻ്റെ സഹപാനലിസ്റ്റ് ഗോപേട്ടൻ പറഞ്ഞു ഒരു വികസനവും നടന്നിട്ടില്ല എന്ന്. അതായത് വികസനം മുരടിപ്പ് ഉണ്ടാക്കിയത് ഗോപേട്ടൻ്റെ ടീമാണ്. അവിശ്വാസം ഓക്കെ, ഞങ്ങളൊരു വർഷം ഭരിച്ചു, ഞങ്ങൾ വികസന നായകന്മാരെല്ലാം സമ്മതിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ കോൺഗ്രസ് ഭരിച്ചല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നില്ല? നിങ്ങൾക്ക് കൊണ്ടുവരാമെന്നില്ല. 4 വർഷം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതുണ്ടോ? അപ്പം നിങ്ങൾക്ക് അറിയില്ല വികസനം. ഇപ്പോൾ വോട്ടെടുപ്പായപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ വികസനം നടന്നിട്ടില്ല എന്നുള്ള കാര്യം. നിങ്ങൾക്ക് അന്ന് മനസ്സിലായല്ലേ? അപ്പോൾ ഈ 4 വർഷം നിങ്ങൾ അവരുടെ അവികസിതമായ ആ ഭരണസമിതി ഭരിക്കുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഇപ്പോൾ പറയാണ് ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന്. അപ്പം നിങ്ങളാണ് പരോക്ഷമായി ഇതിൻ്റെ കാരണക്കാർ. ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ കേസ് എൻ്റെ ബഹുമാനപ്പെട്ട ഉമ്മേട്ടൻ പറഞ്ഞു മായന്നൂർ പാലം കൊണ്ടുവന്നതൊന്നുമല്ല. ഉമ്മേട്ടാ, ഇത് ഒന്നെങ്കിൽ കേന്ദ്ര ഫണ്ട് അല്ലെങ്കിൽ കേരള ഫണ്ട്. കേരളത്തിന് കിട്ടുന്ന എവിടുന്നാണ്? ഡെഫിസിറ്റ് ഗ്രാൻറ്റും അതുപോലെ തന്നെ മറ്റ് ഗ്രാൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നു. അങ്ങനെയാണല്ലോ വരുന്നത്. എല്ലാവരും ഓരോ ഗ്രാൻഡ് ഓരോ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കേരള സർക്കാരിൻ്റെ ഫണ്ട് കേന്ദ്ര ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് നികുതി GSTയുടെ ഭാഗമാണ്, ഔദാര്യമൊന്നുമല്ല. അതുമാതിരി നാണ്യവിളകൾ കയറ്റി വിടുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളിപ്പോ എന്താ കേന്ദ്രം ഭരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എല്ലാം അവിടുന്ന് സംഭാവനയായിട്ട് പിച്ചക്കാശ് തരിക എന്നുള്ള ധാരണയിൽ കാണണ്ട. ആ അവകാശവാദമൊക്കെ വിട്ടിട്ട് പറയാം. അവകാശവാദം വിട്ടിട്ട് പറയാം. കേന്ദ്ര ഫണ്ട് 6 ലക്ഷം കോടി ജനിച്ചു വീഴുന്ന കേരളത്തിലെ പൊന്നോമന പൂക്കൾക്കടക്കം 6 ലക്ഷം കോടി രൂപ കടമുള്ളപ്പോൾ കടമെടുപ്പ് നടത്തുമ്പോൾ നമ്മൾ പ്രതിസന്ധികളൊക്കെ നിത്യേന എല്ലാ പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഫണ്ടും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷന് സമയത്ത് ചെലവാക്കേണ്ട പദ്ധതി പോലും ആ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒപ്പിട്ട ഭാഗമായി കിട്ടിയ പണമനുസരിച്ചാണ്. ഇങ്ങനെ വകമാറ്റി ഇരുത്തിയതിനനുസരിച്ചാണ് അത്. കേന്ദ്രം ചെയ്യണം, സംസ്ഥാനം ചെയ്യണം എന്നല്ല. ആദ്യം പറഞ്ഞ പോലെ തന്നെ സാധാരണക്കായ ജനത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി എന്തിന് രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര പദ്ധതി അല്ലാതെ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. അതുകൂടി പറയണ്ടേ? രാഷ്ട്രീയം കളിക്കുന്നു. എന്ത് രാഷ്ട്രീയമാണ് കളിച്ചത്? ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് സംസ്ഥാന സർക്കാരിന് ലഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഗ്രാന്റുകൾ ഗ്രാമപഞ്ചായത്തിന് ലഭിക്കും. ഗ്രാമപഞ്ചായത്ത് അത് നടപ്പിലാക്കും. ഗ്രാമപഞ്ചായത്ത് പൈസ പിരിച്ച് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഒന്നുമില്ല. ഓൺ ഫണ്ട് കൂട്ടാനുള്ള നടപടികൾ ഉണ്ടാക്കും. പിന്നെ എന്ത് രാഷ്ട്രീയമാണ്? വെറുതെ രാഷ്ട്രീയം കളിക്കുന്നു. എന്താണ് രാഷ്ട്രീയം? അവിശ്വാസവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം. അത് വളരെ കൃത്യമായി പറഞ്ഞു. ഞങ്ങൾ മതേതരത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. വർഗീയ ശക്തികളെ മാറ്റി നിർത്താൻ ഒരവസരം വന്നപ്പോൾ ഞങ്ങൾ അതിന് വോട്ട് ചെയ്തു. പക്ഷെ മറ്റൊന്നും ഞങ്ങൾ അതിൽ കുറുക്കുവഴി കണ്ടിട്ടില്ല. എനിക്ക് ചോദിക്കാനുള്ള ആദ്യം നമ്മുടെ LDFൻ്റെ പ്രതിനിധിയോടാണ്. അതായത് വളരെ ആശയപരമായി ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ തിരുവില്ലാമല ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. വളരെ നല്ല കാര്യമാണ്.
പക്ഷേ അത് ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാത്റൂം കെട്ടിക്കൊണ്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇടാൻ ഞങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല എന്ന് പറയുന്ന രീതിയിലായിപ്പോയി. കാരണം നിങ്ങൾക്ക് നോക്കിയറിയാം, തിരുവില്ലാമല ബസ് സ്റ്റാൻഡിൽ ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും ബസ് കയറണമെങ്കിൽ മഴക്കാലത്ത് ഓടേണ്ട അവസ്ഥ. 100 മീറ്റർ സ്പീഡിൽ ഒരു സ്പ്രിൻ്റ് അടിച്ചാൽ മാത്രമേ കുട്ടിക്ക് ബസ് കയറാൻ പറ്റുള്ളൂ. കാരണം ഷെൽട്ടറില്ല, മഴയാണ്. എന്തോരം അപകടങ്ങൾ ബസ് ഇറങ്ങിയിട്ട് ഈ ഓടുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഒരുപക്ഷെ നമ്മുടെ LDFൻ്റെ പ്രതിനിധിക്ക് ഓർമ്മയുണ്ടായിരിക്കാം. അപ്പോൾ അതിനു വേണ്ടി ഈ രണ്ട് പാർട്ടികളും നമ്മളോട് ഭരിച്ചിട്ട് തിരുവില്ലാമല സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരു ഇത്രയും നല്ല അടിപൊളി വളരെ ഭംഗിയായി ചെയ്ത ഒരു ബസ് സ്റ്റാൻഡിന് ഒരു ഷെൽട്ടർ ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ചെറിയൊരു നാര് പോലെ ഒരു ഷെൽട്ടർ ഇട്ടാക്കുന്നതും ഒരു സ്വകാര്യ ഒരു സ്ഥാപനത്തിൻ്റെ സഹായത്തോടെയാണ്. എന്താണ് നിങ്ങൾ വികസനത്തെ പറ്റി പരസ്പരം പഴിചാരുന്നതിന് പകരം സമൂഹത്തിന് ഗുണകരമായി എന്താണ് അതിൽ നിങ്ങൾ ചെയ്തതെന്ന് പറയണം. രണ്ടാമത് കോൺഗ്രസിൻ്റെ പ്രതിനിധികളാണ്. അതായത് നമ്മൾ വളരെ ആശയപരമായി ചിന്തിച്ചുകൊണ്ടാണ് പല സൈൻ ബോർഡുകളും തിരുവില്ലാമല പഞ്ചായത്തിൻ്റെ വിവിധ വഴികളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. യാതൊരു ബുദ്ധിയും ഉപയോഗിക്കാതാണ് ആ ബോർഡ് സ്ഥാപിച്ചതെന്നുള്ളത് നമുക്ക് നോക്കിയാൽ അറിയാം. കാരണം ഒരു വണ്ടി തിരിയാൻ പറ്റില്ല, മുക്കിലാണ് ബോർഡ് വെച്ചേക്കുന്നത്, പക്ഷേ വണ്ടി തിരിയില്ല. അങ്ങനെ സൈൻ ബോർഡുകൾ നമ്മൾ വഴി ഉള്ളിലേക്ക് പോകാനുള്ള സൈൻ ബോർഡുകൾ വെച്ചത് യാതൊരു ബുദ്ധിശക്തി ഇല്ലാതെയാണ് ഉപയോഗിച്ചേക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അതിൻ്റെ മുകളിൽ പ്രവർത്തിച്ചത്. അതിൻ്റെ കാരണം കൊണ്ട് പല ബോർഡുകളും നിങ്ങൾ ഈ മീഡിയ ചോദ്യം കഴിഞ്ഞില്ല. ഒരു മിനിറ്റ് ഇതിന് മറുപടി പറഞ്ഞിട്ട് വരാം. അല്ല, അതിന്റെ കൺസേൺ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ചോദ്യം കഴിഞ്ഞിട്ടില്ല. അതായത് അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിങ്ങൾ പ്രസ് ക്ലബിന്റെ ഏതെങ്കിലും ഒരു മീഡിയ പോയി നോക്കിക്കഴിഞ്ഞാൽ തിരുവില്ലാമല പഞ്ചായത്തിൽ ഈ ഭരണസമിതി സ്ഥാപിച്ച സൈൻ ബോർഡുകളിൽ 90% റോഡിലേക്ക് മറിഞ്ഞു കിടക്കുകയാണ്. പകുതി എണ്ണത്തിന് ബോർഡേ ഇല്ല. എന്താണ് ഇതിന് മറുപടി പറയാനുള്ളത്? രണ്ട് ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഒന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഷെൽട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ബസ് സ്റ്റാൻഡിൻ്റെ ഷെൽട്ടർ 2010 ബസ് സ്റ്റാൻഡ് ആരംഭിച്ചപ്പോൾ 2016 എൻ്റെ ഓർമ്മ. ബഹുമാനപ്പെട്ട MLA അതിന് 50 ലക്ഷത്തോളം രൂപ ഫണ്ട് വകയിരുത്തിയിരുന്നു. സ്വാഭാവികമായി ഗ്രാമപഞ്ചായത്തിന് ഇത്രയും വലിയ സംഖ്യ മുടക്കി അതിന് ഒരു ഷെൽട്ടർ പണിയുവാൻ സാധ്യമല്ല. ഞങ്ങൾ 2022 അധികാരത്തിലെത്തിയപ്പോൾ 50 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർണ്ണമായി അതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാൽ, മറ്റു വഴികളില്ലാത്തതിനാൽ അദ്ദേഹം തന്നെ സമ്മതിച്ച സ്വകാര്യ സ്ഥാപനത്തിൻ്റെ സഹായത്തോടെ, സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹായം ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് നടത്തിയത്. അത്രയെങ്കിലും നടത്താൻ ഞങ്ങൾ മെനക്കെട്ടു എന്നതാണ് അതിന് മറുപടി പറയാനുള്ളത്. മറ്റൊന്ന് ദിശാബോർഡുകൾ മറ്റു പഞ്ചായത്തുകൾക്ക് മുമ്പ് നമ്മൾ സ്ഥാപിച്ചു. അതിൽ അപാകതകളുണ്ട് എന്ന് ഞങ്ങൾ തന്നെ മനസ്സിലാക്കുന്നു. അതിൻ്റെ നടപടികൾ നടത്തിക്കൊണ്ടുവരികയാണ്. കരാറുകാരന് അതിൻ്റെ ഭാഗമായിട്ടുള്ള പൈസ ഇതുവരെ നൽകിയിട്ടില്ല. തീർച്ചയായും അത് പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ, അത് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ, അത് വിഭാവനം ചെയ്ത രീതിയിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ആ സംഖ്യ കരാറുകാരന് നൽകുകയുള്ളൂ എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഈ വിഷയവുമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. തിരുവില്ലാമലയിലെ CPMൻ്റെ പ്രതിനിധിയും BJP പ്രതിനിധിയും പ്രാദേശികപരമായിട്ടുള്ള വികസനത്തെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ചർച്ചകളോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. BJP പ്രതിനിധി ആദ്യം തന്നെ പറഞ്ഞു 1 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ നടത്തിയ വികസനങ്ങളെല്ലാം എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ള സുഹൃത്തെ, ഈ ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നതിന് ശേഷം PN മേനോനായാലും പിന്നീട് ശശികുമാരൻ ഉണ്ണി ആയാലും PR പ്രഭാകരനായാലും PR പ്രഭാകരനായാലും KP ഉമാശങ്കർ ആയാലും MA കുട്ടപ്പനായാലും ശ്രീ കുട്ടപ്പേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളും കൊണ്ടുവന്ന വികസനത്തിൻ്റെ ഭാഗമാണ്. 1 വർഷം കൊണ്ട് തിരുവില്ലാമലയിൽ ഒരു വികസനം നടക്കാൻ സാധ്യമല്ല. അത് സാധാരണ രീതിയിലുള്ള ഒരു പ്രവർത്തകന് തിരിച്ചറിവുള്ള കാര്യം തന്നെയാണ്. പിന്നെ അവിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇത് ഇടതുപക്ഷം ചെയ്തിട്ടുള്ള അവിശ്വാസം എന്ന് പറയുന്നത് വേവാത്ത അരിയിട്ടിട്ട് ഉണ്ടിട്ട് പോകുക എന്ന് പറഞ്ഞ പോലെയാണ്. അവിശ്വാസത്തിന് കൂട്ടുനിന്നു. പിന്നീട് ഭാഗ്യപരീക്ഷണത്തിൻ്റെ പേരിൽ മാത്രമാണ് കോൺഗ്രസിന് അധികാരത്തിൽ കിട്ടിയത്. അങ്ങനെ തന്നെയാണ് BJPയും കിട്ടിയത്. അത് ഞാൻ പറഞ്ഞ അവസാനം. എൻ്റെ ചോദ്യം ഇടതുപക്ഷ പ്രതിനിധിയോടാണ്. ശ്രീ PR പ്രഭാകരനും ശ്രീമതി വള്ളിയും തിരുവില്ലാമല ഭരിച്ചിരുന്ന സമയത്ത് 2013 കാലഘട്ടത്തിൽ വെള്ളക്കുഴി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി എന്നൊരു പദ്ധതി നടപ്പിലാക്കേണ്ടായി. അന്ന് UDF ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടമായിരുന്നു. ശ്രീ KC ജോസഫ് ആയിരുന്നു ഗ്രാമവികസന വകുപ്പ് മന്ത്രി. അന്ന് ആ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു. തിരുവില്ലാമല അരക്കന്മല മുതൽ 1000 ഹെക്ടർ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു വലിയ 3 കോടി രൂപ ചെലവിലുള്ള വലിയ പദ്ധതിയായിരുന്നു. പിന്നീട് 10 വർഷക്കാലമായി ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്തുകൊണ്ട് അത് നടപ്പിലാക്കിയില്ല? എൻ്റെ സുഹൃത്തെ, അത് ഈ ഗ്രാമപഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ തിരുവില്ലാമലയിൽ പ്രാദേശിക ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതികൾ മുതൽ PN മേനോൻ്റെ കാലഘട്ടം മുതൽ ഈ ഒരു പദ്ധതി തിരുവില്ലാമലയുടെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ്. ഈ പദ്ധതി 2010 മുതൽ 15 വരെ ഇതിലുണ്ടായിരുന്ന തങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പ്രഭാകരൻ്റെയും വള്ളിയുടെയും കാലഘട്ടത്തിൽ ഈ പദ്ധതി അരക്കുമല ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അവരുടെ പദ്ധതിയൊന്നുമല്ല. ഈ പഞ്ചായത്ത് ഉണ്ടായിരുന്ന നാളുകൾ മുതൽ
നമ്മുടെ നിരവധിയായിട്ടുള്ള വാർഡുകൾക്ക് ഇല്ലേ അവിടെ നിന്ന് വെള്ളം ഷിഫ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ നല്ല ഇതുണ്ടായിക്കഴിഞ്ഞാൽ ടാങ്കൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ കർഷകർക്ക് 3 പൂവിലും കൃഷി ചെയ്യാവുന്ന രൂപത്തിലുള്ള ഒരു കാർഷിക മേഖലയിൽ വികസനം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതി തന്നെയാണ്. അത് ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്ന ഫണ്ട് കൊണ്ട് മാത്രം അത് പൂർത്തീകരിക്കപ്പെടുന്നതല്ല. ആ പദ്ധതിക്ക് ഒരു ജനകീയ കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നും അങ്ങനെ ഒരു സർവേ നടത്തണമെന്നും ഈ തിരുവില്ലാമല പഞ്ചായത്തിനകത്ത് ആദ്യം ഉന്നയിച്ചത് 2010 ഞാൻ ജനപ്രതിനിധിയാണ്. ഞാൻ ജനപ്രതിനിധിയായിരിക്കുന്ന ഒരു ഭരണസമിതി യോഗത്തിലാണ്. മിൻസ് പോയി പരിശോധിച്ചാലറിയാം. ഈ പദ്ധതി കൊണ്ടുവരണം, ഇവിടെ അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സർവേക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതിക്ക് വേണ്ടി നല്ലതുപോലെ ശബ്ദിക്കുകയും ഇപ്പോഴും ആ പദ്ധതി പൂർത്തീകരിക്കപ്പെടാതെ തന്നെയാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് തിരുവില്ലാമലയുടെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ വരുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ പദ്ധതി തിരുവില്ലാമലയുടെ സ്വപ്ന പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യണം. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രഭാകരൻ്റെയോ വള്ളിയുടെയോ കാലഘട്ടത്തിലുണ്ടായ പദ്ധതിയല്ല. പഞ്ചായത്ത് ഉള്ളായ കാലഘട്ടം മുതലുള്ള പദ്ധതിയാണ് ഇത്. ഇവിടെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ 2 കൂട്ടരും പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ല. ആ പദ്ധതി ഇതുവരെ സ്വപ്ന പദ്ധതിയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ആ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണ്ട. നിങ്ങളെ കൂടെ നടക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി വരുന്ന ഭരണസമിതി ആയാലും. അതുപോലെ തന്നെ നമ്മുടെ അമ്പലം ബസ് സ്റ്റാൻഡിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. വളരെ ശോചനീയമായ അവസ്ഥയാണ് അമ്പലം ബസ് സ്റ്റാൻഡ് എടുക്കുന്നത്. ഇവിടുന്ന് ബസ്സുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആവണമെന്ന് ഓർഡർ നിലനിൽക്കെ തന്നെ ഇന്നേ വരെ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ബസ്സും അവിടെ പോയിട്ട് തിരിച്ചു വരുന്നത്. അവിടെ ഒരു കടമുറി കെട്ടിയിട്ടു. ഇന്ന് രാത്രി കാലങ്ങളിൽ പലരുടെയും വെള്ളമടിക്കാൻ പോയി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ അമ്പലം ബസ് സ്റ്റാൻഡ് ഇത്രയും ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് ആർക്കെങ്കിലും അമ്പലം ബസ് സ്റ്റാൻഡ് കിട്ടുന്നുണ്ടോ? അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ പരസ്പരം പഴിചാരാതെ ഇനി വരുന്ന കാലങ്ങളിലെങ്കിലും വികസനം ഒരു മിനിറ്റ്. ഈ 2 ബസ് സ്റ്റാൻഡ് എന്ന ആശയം ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ഉണ്ടായത്. പ്രധാന ബസ് സ്റ്റാൻഡ് ക്ഷേത്രത്തിൻ്റെ അവിടെ സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റാൻഡും ഇത് തൽക്കാലം യാത്രകൾക്ക് ആളുകൾക്ക് പല ഭാഗത്ത് ഓടിപ്പോയി കയറുന്നതിന് പകരം ഒരു കേന്ദ്രത്തിൽ നിന്ന് കയറുക ടൗൺ ബസ് സ്റ്റാൻഡ്. അങ്ങനെയാണ് 2 ബസ് സ്റ്റാൻഡ് വന്നത്. ഇപ്പോൾ ക്ഷേത്രം ബസ് സ്റ്റാൻഡ് നമ്മൾ ദേവസ്വം ബോർഡിൽ നിന്ന് 99 വർഷക്കാലത്തേക്ക് പാട്ടത്തിനാണ് ആ സ്ഥലമെടുത്ത് അവിടെ ബസ് സ്റ്റാൻഡ് പണിതത്. അവിടെ ബസ്സുകൾ പോകാനുള്ള തടസ്സം അത് മാറ്റാൻ ആർക്കും എല്ലാ ബസ്സുകളും അവിടെ എത്തണം എന്നൊരു തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ആരും കാണിക്കാത്തതിൻ്റെ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അത് KSRTCയുടെ സ്റ്റേ സെൻറ്ററായി മാറ്റാൻ വേണ്ടി 35 ലക്ഷം രൂപ ചേലക്കര MLA UR പ്രദീപ് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവല്ലാമലയിലെ ഈ ഞങ്ങളുടെ ഗോമാതാവും ഗോ അച്ഛനും പശു കാളയുടെ കാര്യം വരും മുണ്ടില്ല ആരും. എത്ര ആളാണ് കാള കുത്തിയിട്ട് ആശുപത്രിയിലായേ? BJP ഒരു വർഷം ആ കാര്യത്തിൽ മുഖം തിരിച്ചുല്ലോ. 4 വർഷം കോൺഗ്രസും ആ കാര്യത്തിൽ മുഖം തിരിച്ചുല്ലോ. ഞാൻ പ്രസിഡന്റായിരിക്കും ആദ്യമായിട്ട് ഒരു കാളയെ ലേലം ചെയ്ത്. ഇനി തുടർന്ന് LDF അധികാരത്തിൽ വന്നതെങ്കിൽ ഒരു സംശയമില്ല, തെരുവ് കാളകളെയും മൃഗങ്ങളെയും പിടിച്ചു കെട്ടാനുള്ള നടപടി സ്വീകരിക്കും. ഒരു തർക്കവും വേണ്ട. പിന്നെ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ 1 കൊല്ലം വന്നു ഒരു കടലാസ് അയച്ചു. 4 കൊല്ലം UDF തിരുവല്ലാമലയിൽ വന്ന് ഒരു കടലാസ് അയച്ചു. നിങ്ങൾ ആരോടെ പറയണം? ആ പദ്ധതി വരുന്നതിന് വേണ്ടി ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഒരു തർക്കമില്ല. കേരളത്തിൽ 3ാമത്തെ LDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ വെള്ളക്കുഴി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടുപേരും പറഞ്ഞു. എനിക്ക് മറുപടി പറയാൻ സമയം കിട്ടിയില്ല. വെള്ളക്കുഴി ലിഫ്റ്റ് ഇറിഗേഷൻ ഇവിടെ പൊന്തി വന്ന ആ വിഷയമാണ്. 2014 ഞാൻ കൂടി ഉൾപ്പെടുന്ന ഭരണസമിതിയാണ്. ഞാനും ബഹുമാനപ്പെട്ട ഗോപദാസും ഒക്കെ ഉള്ള ഭരണസമിതിയുടെ കാലത്താണ് അതിൻ്റെ സർവേ നടപടികളും എസ്റ്റിമേറ്റുകളും ഒക്കെ പൂർത്തീകരിച്ചത്. അത് 5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് കോസ്റ്റ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് വർക്കുകൾ നടപ്പിലാക്കി. പക്ഷെ അതിനുശേഷം സംസ്ഥാന സർക്കാർ ഭരിച്ചിരുന്നത് LDF ഭരണമാണ്. തിരുവില്ലാമലയിലും 5 വർഷം ഉണ്ടായിരുന്നത് LDF ഭരണമായിരുന്നു. അതും ബഹുഭൂരിപക്ഷത്തിലുണ്ടായിരുന്നു. മറ്റ് ജില്ലാ പഞ്ചായത്തുകളുണ്ടായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഞാനും അദ്ദേഹവും ഉൾപ്പെടുന്ന ഭരണസമിതിയാണ്. 3 തവണ നമ്മൾ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അതിന് കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുകയും സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ നബാർഡിനും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനും കൃഷി വകുപ്പിനുമൊക്കെ ഈ പദ്ധതി അതിൻ്റെ എസ്റ്റിമേറ്റ് റിപ്പോർട്ട് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ കഴിയും? 4 കോടി രൂപ ചിലവ് വരുന്നൊരു പദ്ധതി
ഗ്രാമപഞ്ചായത്തിന് ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതിയാണോ? അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര ആവിഷ്കൃത പദ്ധതി എന്ന നിലയിൽ കേന്ദ്രത്തിൻ്റെയൊക്കെ സഹായത്തോടെ നടപ്പിലാക്കേണ്ട പദ്ധതിയാണ്. അതിന് 4 വർഷം ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതിന് വ്യക്തമായ കണക്കുകളുടെ അല്ലെങ്കിൽ കമ്മിറ്റി തീരുമാനങ്ങളുടെ ഞങ്ങൾക്ക് അത് സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ അത് എൻ്റെ കയ്യിലില്ല. ആർക്കും പഞ്ചായത്തിൻ്റെ രേഖകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ സൂചിപ്പിച്ചു. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി അത് ഏതു പാർട്ടി വിചാരിച്ചാലും നടക്കില്ല. അതിന് പരിമിതികളുണ്ട്. കാരണം ബസ്സിന് 1 ലിറ്റർ ഡീസൽ അടിച്ചാൽ അവർക്ക് മൈലേജ് കിട്ടുന്ന 2-3 കിലോമീറ്ററാണ്. ഒരു ആൾ പോലും ബസ്സിൽ കയറാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ബസ്സുകാർ അല്ലെങ്കിൽ ബസ് ഓണേഴ്സ് അതിൻ്റെ മുതലാളിമാർ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ഓടിക്കുക? അത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിന് വ്യക്തമായ കാഴ്ചപ്പാടോട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ KSRTCയുടെ ഡെപ്പോ ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും പദ്ധതികൾ വന്നാൽ തീർച്ചയായും അത് നടപ്പിലാക്കേണ്ടതാണ്. വെള്ളക്കുഴി ലിഫ്റ്റ് ഇറിഗേഷൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. UDF സംസ്ഥാനത്തിൽ ഭരണം കിട്ടിയാൽ തീർച്ചയായും അതിനുവേണ്ടിയുള്ള സംഗതികൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കും. ഈ വെള്ളക്കുഴി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഉമാശങ്കരൻ അതുപോലെ തന്നെ എൻ്റെ സാബാനലക്ഷം പറഞ്ഞു. സുഹൃത്തുക്കളെ, നിങ്ങൾ 2 കൂട്ടരും മാറി മാറി ഭരിച്ചില്ല കേരളം. ഇത്രയും കാലം നിങ്ങളെ കൊണ്ട് സഹായിച്ചില്ല. ഇനിയാണോ വീണ്ടും ഞങ്ങൾ വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് വോട്ട് വാങ്ങി നിങ്ങൾ എത്ര കാലം കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കും? ഇവിടെ 2015 CPM-ൻ്റെ പ്രകടന പത്രിക ഒന്ന് എടുത്തു നോക്കിയാൽ ഉമാശങ്കരനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതിനകത്ത് ഗോശാല നിർമ്മിക്കാമെന്നും വൈദ്യുത ശ്മശാനം കൊണ്ടുവരാമെന്ന് 2 പ്രകടന പത്രിക 2 വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അത് നടപ്പാക്കിയിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ ഈ ഗോശാലയെക്കുറിച്ച് ഇപ്പോൾ അതോടെ സംസാരിച്ചിട്ട് കാര്യമില്ല. അന്ന് പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാതെ ഇപ്പോൾ മറ്റൊരു പാർട്ടി ഭരിക്കുമ്പോൾ ഗോശാല നിർമ്മിക്കണം അല്ലെങ്കിൽ മറ്റൊന്ന് നിർമ്മിക്കണമായിട്ട് കാര്യമില്ല. ഈ 2 കാര്യങ്ങളും നിങ്ങളുടെ പ്രകടന പത്രിക നിങ്ങൾ പറഞ്ഞാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞതിൽ ചിലപ്പോൾ 1-2 ഗോശാല എന്നുള്ള അത് നിർമ്മിക്കാമെന്നൊന്നും പിറകോട്ട് പോയിട്ടേ ഇല്ല. ഇനി അത് ഇപ്പോൾ ഇവിടെ ഉറപ്പ് പറയാം. അത്രയും മീഡിയയും ജനവും കാണുന്ന ഒരു സംഗതി എന്നുള്ളത് കൊണ്ട് അടുത്ത പ്രാവശ്യം തിരുവില്ലാമല പഞ്ചായത്തിൽ LDF ആണെങ്കിൽ അതല്ല, LDF ആണെങ്കിൽ എന്താണ് ഇപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഞങ്ങൾ പെൻഷൻ 600 റുപ്യ കോൺഗ്രസ് കൊടുത്തത് 2000 ആക്കിയപ്പോൾ നിങ്ങളുടെ പ്രകടന പത്രികയിൽ 2500 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണീരൊഴുക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ മാസം ഒരു പച്ച മരുന്നിന് വേണ്ടി ഒരു മല പുഴക്കിയ ആ ഐതിഹ്യത്തിന്റെ ആളുകളായതുകൊണ്ട് നിങ്ങൾ എന്തും ചെയ്യും, അതിന് തർക്കമൊന്നുമില്ല. അപ്പൊ അതോടിരിക്കട്ടെ. ഈ വിഷയം അതുപോലെ തന്നെ ഈ കാര്യം അത് ഇലക്ട്രിക് ക്രിമിറ്റോറിയം സാധ്യമല്ല. അത് ഗ്യാസ് ക്രിമിറ്റോറിയം ആക്കി നമുക്കിത് മാറ്റണം. അതുകൊണ്ട് LDF തിരുവില്ലാമലയിൽ വന്ന ഗോശാലി ഉണ്ടാവും, ഗ്യാസ് ക്രിമിറ്റോറിയം ഉണ്ടാകും. ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നേരത്തെ ഗോശാല ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഗോശാലയും ശ്മശാനം ഒന്നും വെച്ചിട്ടില്ല. ശ്മശാനം ഞങ്ങൾ ഒരു തവണ കൈവച്ചതാണെന്ന് ഞങ്ങൾക്ക് കൈ പൊള്ളിയതുമാണ്. അതുകൊണ്ട് ആ വിഷയം പിന്നീട് എടുത്തില്ല. അത് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഗോശാല ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പശുക്കളെ ലേലം ചെയ്യുന്ന കാര്യത്തിൽ നടപടിയെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ഒരുമിച്ച് തീരുമാനിച്ചതാണ്. പക്ഷെ അന്ന് മുഖം തിരിഞ്ഞു നിന്നത് നിങ്ങളാണ് സമരവുമായി അതിന് മുന്നോട്ട് വന്നത്. എന്നിട്ടിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞാനതിന് ഒച്ച വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനതിന് മറുപടി പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ഭരണസമിതി 6 അംഗങ്ങൾ മാത്രമാണുള്ളത്. ഒരു ഭരണസമിതിയിൽ അതിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് തീരുമാനം നടപ്പിലാക്കാൻ കഴിയുക. അപ്പോൾ സ്വാഭാവികമായി അതിനുവേണ്ടിയാണ് ഞങ്ങൾ സർവകക്ഷി യോഗം വിളിച്ച്. അന്ന് മാറി നിൽക്കുമ്പോൾ 6 ഇപ്പുറത്തും അപ്പുറത്തും 11 നിന്നാൽ എങ്ങനെയാണ് ആ തീരുമാനം നടപ്പിലാക്കാൻ കഴിയുക? പഞ്ചായത്തിനെ സംബന്ധിച്ച് തിരുവില്ലാമല പഞ്ചായത്തിൽ അതായത് ഇപ്പോൾ ഗോശാലയുടെ കാര്യം പറഞ്ഞു. ഈ അവിടെയുള്ള വളഞ്ഞിരിഞ്ഞെടുക്കുന്ന പശുക്കളെ വിൽക്കുക എന്ന് മാത്രമാണ്, അത് അറക്കാൻ കൊടുക്കുക എന്നുള്ള മാത്രമാണ് കോൺഗ്രസ് മുമ്പിലൊരു വഴി. അതല്ലാതെ എത്ര വഴികളുണ്ട്? എന്തുകൊണ്ട് ഗോശാല നിർമ്മിക്കാൻ മുൻകൈ എടുത്തില്ല? ഈ 4 വർഷം നിങ്ങൾ ഉണ്ടായില്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഗോശാല നിർമ്മിക്കാൻ പറ്റില്ല? കൊല്ലുക എന്നുള്ള ആശയം മാത്രമാണ് ഇവർക്കുള്ളത്. തിരുവില്ലാമല ക്ഷേത്രത്തിൽ അത്തരത്തിലൊരു ആചാരം നിലനിൽക്കാത്ത സ്ഥിതിക്ക് തിരുവില്ലാമല ക്ഷേത്രത്തിൽ അത്തരത്തിലുള്ള ആചാരം നിലനിൽക്കാത്ത സ്ഥിതിക്ക് തൃശ്ശൂരിൽ നിന്ന് കാളകളെ ഒരു പശു പ്രസവിച്ചാൽ, പശു ആണെങ്കിൽ കർഷകൻ വളർത്തും,
മൂരിയാണെങ്കിൽ അത് വില്ലോദ്രിനാഥൻ ഇരിക്കട്ടെ എന്ന് പറയുന്ന എന്ത് അന്ധവിശ്വാസത്തെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത്? അതിനെതിർക്കുകയല്ലേ അത് വരുമ്പോൾ അവിടെ നിന്ന് തന്നെ തടയണ്ടേ? പശുക്കളെ അറക്കാൻ കൊടുക്കലല്ലോ, ലേലം ചെയ്യുമ്പോൾ അത് സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ലേല നടപടികളുമായി മുന്നോട്ട് പോയത്. പക്ഷെ ആ ലേലത്തിന് പോലും സമ്മതിക്കാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് എന്തുകൊണ്ട് നടന്നില്ല? നിങ്ങൾ 11 പേരുണ്ടായിരുന്നല്ലോ തിരുവില്ലാമലയിൽ. ഒരു തിരുത്ത് ഇവിടെ ഈ തെരുവ്, അതായത് അലഞ്ഞു തിരിയുന്ന പശുക്കളെ പിടിച്ച് കെട്ടുന്നതിനോ നടപടിക്കോ എന്തോ സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ 6, 5, 11 എന്ന് ഉദയം പറഞ്ഞു കേട്ടു. ഈ 6, 5 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 5 അവരുടെ BJPയുടെ 6 എന്നാണ് പറഞ്ഞത്. യോഗം നടന്നപ്പോൾ ആദ്യം ബാലേട്ടൻ BJPയുടെ ബാലൻ എന്ന് പറഞ്ഞ ആൾ പറയണത് ഗോ മാതാവാണ് പശു. ഉടനെ അവരങ്ങനെ പറയുമ്പോൾ വോട്ട് ഞങ്ങളുടെ പോകാൻ പാടില്ല. ഉദയം പറഞ്ഞു അത് ഗോ പിതാവാണ് എന്നാണ് അങ്ങോട്ട് പറഞ്ഞത്. അവര് 6, 12 കൂടി ഒത്തിട്ടാണ് ആ പരിപാടി അവിടെ നടക്കാഞ്ഞത്. സത്യത്തിൽ ഇവര് ഈ മാതാവിനെയും പിതാവിനെയും ഒക്കെ ഉള്ള പേടിയുണ്ട് വോട്ട് നേടാനുള്ള ഒരു തന്ത്രം, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ ഇവർ തയ്യാറല്ല. ഇവർ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഒട്ടേറെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് നേടുക എന്ന തന്ത്രമല്ലാതെ തിരുവില്ലാമലയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയും നടപ്പാക്കാനുള്ള ഒരു മനസ്സും കാട്ടാത്തവരാണ് തിരുവില്ലാമലയിലെ BJPയും കോൺഗ്രസും. അല്ല, ഇപ്പൊ ഈ ഉമാശങ്കരേട്ടൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് പുള്ളി ഇടയിൽ കൂടെ കയറി നൈസായിട്ടൊരു ഗോൾ അടിച്ചിട്ട് പോയി. അതായത് പച്ചമരുന്നിന് വേണ്ടിയിട്ട് മല പുഴയ്ക്കുക മറ്റേ ആൾക്കാർ, ഞങ്ങൾ അവരുടെ ആൾക്കാർ തന്നെയാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ല, പക്ഷെ നിങ്ങൾ ശബരിമലയിലെ സ്വർണം വരെ പാളിയാക്കി കടത്തിക്കൊണ്ട് പോകും. നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾ പറഞ്ഞ ഹനുമാനല്ലേ, അവിടുത്തെ ഭരണസമിതിയിലിരിക്കുന്നത് നിങ്ങളുടെ ആൾക്കാരാ. അവിടെ നിങ്ങൾ തിരികെ കയറ്റിയിട്ടുണ്ട് കുറേ പേരെ. അപ്പോൾ അതുകൊണ്ട് ആ വർത്തമാനം ഇവിടെ പറയണ്ട. പിന്നെ ഇവർ രണ്ടുപേരും പറഞ്ഞു വർഗീയ കാർഡ്. ഇവർക്ക് 2 കൂട്ടർക്കും വർഗീയ കാർഡാണ്. ഇവർ രണ്ടുപേരും ഭയങ്കര മതേതരമാണ്. നിങ്ങളുടെ മതേതരം ഒന്ന് ഇവിടെ പറഞ്ഞ രണ്ടുപേരും കൂടെ ഒന്ന് കേൾക്കട്ടെ. എന്നിട്ട് വേണ്ട ഒരു മിനിറ്റ്, അങ്ങനെ എല്ലാം പറഞ്ഞു വേണ്ട. പഞ്ചായത്തിന്റെ പ്രോഗ്രാം വരുമ്പോൾ നിങ്ങൾ അങ്ങ് ആഗോള ലെവലിലോട്ട് പോയി. കേരളത്തിൽ ഒരു വാർഡിൽ 2 ബാറുള്ളത് ഈ തിരുവില്ലാമല പഞ്ചായത്തിന് മാത്രം. അപ്പോൾ കുടിയുള്ള പ്രശ്നം തീർന്നേ, അത് തീർന്നു. പിന്നെ ബസ് സ്റ്റാൻഡ്, തിരുവില്ലാമലയുള്ളത് ബസ് സ്റ്റാൻഡാണെന്ന് പറയല്ലേ, അത് ബസ് സ്റ്റോപ്പാണ്. ഒരു ഉരുളക്കിഴങ്ങ് 4 ആക്കി മുറിച്ച് വെച്ചതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് വെച്ച പോലെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ട് അത് ബസ് സ്റ്റാൻഡാണോ? അതല്ല ബസ് സ്റ്റാൻഡ്. നിങ്ങളൊക്കെ തന്നെ ഭരിക്കുന്ന തൊട്ടടുത്ത് പഴയന്നൂർ അല്ലെങ്കിൽ ചേലക്കരയോ നോക്കുക, അതാണ് ബസ് സ്റ്റാൻഡ്. ഇത് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മതി. സുഹൃത്തെ, നിലവിലുണ്ടായിരുന്ന സംവിധാനത്തിൽ നിന്ന് മാറി ഒരു നല്ല ബസ് സ്റ്റാൻഡ് എന്നതിലേക്ക് കൊണ്ടുവന്നത് ഇടതുപക്ഷം തന്നെയാണ്. തിരുവില്ലാമലയിൽ ഇപ്പോഴും സംബന്ധിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ വിശ്വാസത്തിന്റെ പേരിലൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ആ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പരിപാടിയാക്കി മാറ്റരുത്. തെരുവ് കന്നുകാലികളുടെ വിഷയം തന്നെയാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. ഭരണഘടനാപരമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് കൂടി ചർച്ച ചെയ്യേണ്ടി വരും. തെരുവ് കന്നുകാലികളുടെ വിഷയം തന്നെയാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. കാരണം തിരുവില്ലാമലക്കാർ മാത്രം അനുഭവിക്കുന്ന വിഷയമല്ല തിരുവില്ലാമലയിലെ തെരുവ് കന്നുകാലികൾ. ഇത് ഈ പറയുന്ന ദേവസ്വത്തിൽ നടയിരുത്തിയൊന്നുമല്ല കൂടുതൽ. ഇതിന് വ്യക്തമായ ഉടമസ്ഥരുള്ളതും രാത്രിയിൽ അഴിച്ചു വിട്ടിട്ട് പുലർച്ചെ ഒന്ന് കറന്നിട്ട് വിടുന്ന ഞാൻ ഡെയിലി കാണുന്ന അങ്ങനെയുള്ള കന്നുകാലികളാണ് തിരുവില്ലാമലയിൽ കൂടുതൽ. ആ മറവിൽ, അമ്പലത്തിൻ്റെ മറവിൽ കഴിയുന്ന ഇതിന് ഇതുവരെ വന്നിരിക്കുന്ന ഭരണാധികാരികൾ, കാലങ്ങളായി വന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് എല്ലാം അറിയാം. ഇവരെന്തുകൊണ്ടാണ് ഈ അടഞ്ഞിടക്കുന്ന കന്നുകാലികളെ ഒന്നിനെ പോലും പിടിച്ചു കിട്ടാൻ തയ്യാറാകാത്തത്? ഒരു നടപടി ഇതിൽ ശക്തമായ എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ ഇതിന് തീരുമാനം വന്നേനെ. എത്ര പേര് മരിച്ചു? അതിന് ചുരുക്കത്തിൽ പറയാം. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നു. അവിടെ തെരുവ് കാളകളെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പറയാം, തൃശ്ശൂരിൽ നിന്ന് തള്ളുന്ന അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അവിടെ നടതള്ളുന്ന സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. അത് അവിടുത്തെ ആളുകൾ തന്നെ എതിർത്തത് വഴി അത് കുറഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ആളുകളുടെ പശുക്കളാണ് റോഡിലൂടെ അലഞ്ഞു തിരിയുന്നത് എന്നതും വാസ്തവമാണ്. ഇതിനെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, ഈ 4 വർഷത്തിൽ ഞങ്ങൾക്ക് 5 സെക്രട്ടറിമാർ മാറി മാറി വന്നുപോയി. സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് വേണ്ടത്ര ഉദ്യോഗസ്ഥരെ തരുന്നില്ല. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 3 ആളുകളും ഒഴിഞ്ഞു കിടക്കുന്ന ഒരേ ഒരു പഞ്ചായത്ത് തിരുവില്ലാമല പഞ്ചായത്താണ്. അവിടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ ഡെയിലി വേജസിന് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ റോഡിൻ്റെ ടെൻഡർ നടപടികൾ പോലും പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നത്. സെക്രട്ടറിയെ
2 മാസം ഒരു സെക്രട്ടറി ഇരുന്നാൽ 3-ാമത്തെ മാസം ആ സെക്രട്ടറിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും. ഞങ്ങൾക്ക് വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലായിരുന്നു. ഇത്തരം നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള പിൻബലം കൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി വന്ന ഡിലേ മാത്രമാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. പശുക്കളെ പിടിച്ചു കെട്ടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് അടക്കാൻ കൊടുക്കാനല്ല, മറിച്ച് വളർത്താൻ തന്നെയാണ്. ഹലോ, ഞാൻ മജീദ് മാഷ്, ദീപിക കറസ്പോണ്ടൻസാണ്. ഇപ്പോൾ തിരുവല്ലാമലയിൽ മാലിന്യം പണ്ടകാലം വന്ന് കുന്നുകൂടുകയാണ് ഭവിഷ്യങ്ങളിൽ. ഈ ഗവൺമെൻറ്റുകളുടെ അല്ല പഞ്ചായത്തുകളിങ്ങനെ മാറി മാറി വന്നിട്ടും നാളിത് ഒരു നടപടി സ്വീകരിച്ചിട്ട് ഈ ബോക്സ് നിറഞ്ഞ് കവിഞ്ഞ് ആ റോഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളെപ്പോലുള്ള മിക്ക നിത്യസംഭവങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ? മാലിന്യവുമായി ബന്ധപ്പെട്ട് മജീദ് മാഷ് പറഞ്ഞത് തിരുവല്ലാമലയിൽ മാത്രമാണോ മാലിന്യ പ്രശ്നം? മാലിന്യമുക്ത നവകേരളം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി അത് അതിൻ്റേതായ അർത്ഥത്തിൽ നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് തിരുവല്ലാമല പഞ്ചായത്ത്. നിങ്ങൾക്ക് അതിൻ്റെ ഡാറ്റ എടുത്ത് പരിശോധിച്ചാൽ അറിയാം. 34ഓളം ക്യാമറകൾ, അതോടൊപ്പം തന്നെ ബോട്ടിൽ ബൂത്തുകൾ. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് അവരുടെ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ പോലും സംസ്ഥാനത്തിൻ്റെ ആ പദ്ധതിയെ വേണ്ടത്ര ഗൗരവത്തോടെ ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ തിരുവല്ലാമല പഞ്ചായത്ത് അർഹിക്കുന്ന ഗൗരവത്തോടെ ആ പദ്ധതി ഏറ്റെടുത്തിരുന്നു. നിങ്ങൾക്ക് ഡാറ്റ വെച്ച് പരിശോധിക്കാം. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മാലിന്യമുക്ത നവകേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പദ്ധതി നടപ്പിലാക്കിയ തിരുവല്ലാമല പഞ്ചായത്താണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ആദരവും ലഭിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ UDFൻ്റെ പ്രതിനിധി, അതായത് നമ്മുടെ തിരുവല്ലാമല പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്. അതായത് സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. അത് AE ഇല്ലാത്തതിൻ്റെ പേരിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ വികസിക്കാൻ മുരടിപ്പുണ്ടെന്ന് ശരിയാണ്. കാരണം പല അംഗനവാടികൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ പോലും ബാത്റൂം കെട്ടിക്കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ തിരുവല്ലാമല പഞ്ചായത്ത് AE ഇല്ല എന്ന വിഷയം വളരെ സത്യമാണ്. ആ മുരടിപ്പ് ഉണ്ടാക്കുന്നത് ഇദ്ദേഹം പോലെയുള്ള പാർട്ടി ഭരിക്കുന്ന പ്രതിനിധികളാണ് അതിന് വളം വെച്ചു കൊടുക്കുന്നത്. ഇദ്ദേഹം പറയുന്നു ഞങ്ങൾ വികസനത്തിന് വേണ്ടി ഇനിയും ചെയ്യും, വരും വർഷങ്ങളിൽ ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഈ വക കാര്യങ്ങൾ മറന്നുകൊണ്ട് വികസനത്തിന് വേണ്ടി ഇവരുടെ ഒപ്പം നിന്നുകൊണ്ട്, ആരോടാ ചോദിക്കണം? ഞാൻ UDFൻ്റെ ആളോടാണ്. പക്ഷേ ഇദ്ദേഹത്തിന് കൂടി ഒന്ന് പറയേണ്ടത് ആവശ്യമുണ്ട്. കാരണം ഇവിടെ പ്രതിനിധി വന്നത് പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു മിനിറ്റ് ചോദ്യം കഴിഞ്ഞില്ല. ഈ പ്രതിനിധി ഭരിക്കുന്ന വാർഡിൻ്റെ ഉള്ളിലെ അവസ്ഥ ഒന്ന് പോയി നോക്കണം. ഞങ്ങളുടെ പര്യടനമായിട്ടും ജനങ്ങളായിട്ട് സംവദിക്കുമ്പോൾ കാണുന്നത് പല സ്ഥലങ്ങളിൽ ലൈറ്റില്ല. ഒരു ലൈറ്റ് ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ട് പോലില്ല. അവർ പറയുന്ന ഓരോ പ്രശ്നങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ മീഡിയകളൊന്ന് പോയി അന്വേഷിച്ച് നോക്കൂ, ആ വാർഡിലൊന്ന് അന്വേഷിച്ച് നോക്കൂ. സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന പോലെയല്ല. ഈ AE ഇല്ലാത്ത വികസന മുരടിപ്പ് നടത്തുന്നത് ഈ സർക്കാരാണ്. ഇവരെ മനഃപൂർവ്വം ഈ UDFനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഇവർ ബാക്കിലോട്ട് അടുപ്പിക്കുകയാണ്. അത് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിന് താങ്കൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ഇതിനോട് യാതൊരു യോജിപ്പും എന്നോടാണ് ചോദ്യമെങ്കിൽ ഞാനല്ലേ മറുപടി പറയും. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച AE ഇല്ലാത്ത ഒരു വസ്തു തന്നെയാണ്. അതിനുവേണ്ടി ഞങ്ങൾ കത്തയക്കാറുണ്ട്. ഇപ്പോഴും എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ കത്തില്ല. തെരുവ് ലൈറ്റുകളുടെ കാര്യം പറഞ്ഞതിൽ ഒരു അപാകതയുണ്ട്. ഏറ്റവും കൂടുതൽ തെരുവ് വിളക്കുകളുടെ വ്യാപനം നടത്തിയിട്ടുള്ള പഞ്ചായത്ത് തിരുവല്ലാമല പഞ്ചായത്ത് തന്നെയാണ്. ഏതാണ്ട് 1000-ഓളം അധികം ലൈറ്റുകൾ. നമുക്കറിയാം, ചർക്കക്ലാസ് മുതൽ നടുവത്തപ്പാറയുള്ള പ്രദേശം എത്ര കാലമായി അവിടെ തെരുവിളക്കില്ലാതിരുന്നിട്ട്. ഈ കഴിഞ്ഞ 4 വർഷത്തിലല്ലേ അവിടെ ലൈൻ വലിച്ച് ലൈറ്റ് ഇട്ടത്. എന്തിനേറെ അമ്പലം റോഡ്, നമ്മുടെ അവിലുമില്ല് മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡ്, അവിടെ തെരുവിൽ വിളക്കുകൾ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അവിടെ തെരുവിൽ വ്യാപനം നടത്തിയിട്ടില്ലേ. പിന്നെ ഉദ്യോഗസ്ഥരില്ലാത്തതിന് ഞങ്ങൾക്ക് ചെയ്യാവുന്നത് ഞങ്ങൾ ചെയ്തു. ഞങ്ങളത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും പ്രൊജക്ട് പ്രിൻസിപ്പൽ ഡയറക്ടർ അടക്കമുള്ള ആളുകളെ കണ്ടു. അവിടെ നിന്ന് അനുകൂല നടപടികളില്ലാതെ വന്നപ്പോൾ എംപാനൽ ലിസ്റ്റിൽ നിന്ന് AEയെ വെച്ചുകൊണ്ട് ആ നടപടികളുമായി മുന്നോട്ട് പോയി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഞങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടായിരുന്നു. അത് ഞങ്ങൾ വളരെ ലാഘവത്തോടെ കണ്ടുകൊണ്ട് അതിനെ മുന്നോട്ട് പോയി എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ തിരുവല്ലാമല പഞ്ചായത്തിൽ ഈ ഉദ്യോഗസ്ഥരെ നിരന്തരം മാറ്റുന്നതെന്ന് 2 NDA ആരോപിക്കുന്നു, UDF പറയുന്നു. LDF സർക്കാരാണ് അതിൻ്റെ പിന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. അതിനെ പറ്റിയിട്ട് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അതിൻ്റെ പിന്നിൽ സർക്കാരൊന്നുമില്ല. സർക്കാർ അങ്ങനെ കൊടുത്തിട്ട് തന്നെയുള്ളൂ. സ്റ്റാഫുകളെ സെക്രട്ടറി ആയാലും അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയാലും AE ആയാലും ഓവർസിയർ ആയാലും ഒക്കെ ഗവൺമെൻറ് കൊടുത്തിട്ട് തന്നെയുള്ളത്. ഈ വരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ ദൂരത്തുനിന്നായതുകൊണ്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻ അവർ ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് സെക്രട്ടറി മാറുന്നൊക്കെ ദൂരത്തുനിന്ന് വരുന്ന സെക്രട്ടറിമാരായതുകൊണ്ടാണ് അവർ ഗവൺമെൻറ്റിലേക്ക് വ്യക്തിപരമായി അവർ ഓൺലൈൻ ട്രാൻസാക്ഷൻ കൊടുക്കുന്നതാണ്. അങ്ങനെ അനുവദിച്ച് കിട്ടുന്ന ഇതാണ്. അവിടെ പിടിച്ചു നിർത്തേണ്ടതും അങ്ങനെ വികസനം നടത്തേണ്ടതും ആ ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ്. ഒരു സെക്രട്ടറിയെ നിരന്തരമായി മാറ്റുന്നുണ്ടെങ്കിൽ അത് മാറ്റരുത് എന്ന് അവകാശപ്പെടാനും അതെടുക്കാനുള്ള പവറുണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക്. തിരുവല്ലാമലയുടെ വികസനത്തെ പൊതുവായി ആരോടാണ് പറയേണ്ടത്? തിരുവല്ലാമലയുടെ വികസനത്തെ പൊതുവായി അതിൽ ഇടതുപക്ഷോ ഗവൺമെന്റോ സർക്കാരോ ഇടപെടുന്നില്ല.
കൃത്യമായി ഒരു മിനിറ്റ് ഓവർസിയർ ആയാലും എഞ്ചിനീയർ ആയാലും അവർ ദൂരത്തുനിന്ന് വരുന്ന അവർ വ്യക്തിപരമായി ഒരു ഉദ്യോഗസ്ഥനെയും തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥനെയും ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതാരാ? ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതാരാ? പ്രവർത്തകരോ ഇത് ശുദ്ധ നുണയാണ്. ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതാരാ? ഒരു പഞ്ചായത്ത് വിചാരിച്ച ഉദ്യോഗസ്ഥരെ മാറ്റാൻ പറ്റുമോ? ഒരു പഞ്ചായത്ത് വിചാരിച്ച ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ഇത് പറ്റുമോ? തന്നെ ഒരു ഭരണപരാജയത്തിന്റെ സാക്ഷ്യപ്പെടുത്തലാണ്. ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ്. സമ്മതിക്കില്ല. തലയിലേക്ക് ഒരു സെക്കൻഡ് 5 വർഷത്തില് 4 വർഷത്തില് 4 സെക്രട്ടറിമാരുടെ കീഴിൽ ഒരു വർഷം ഇല്ല, 2 ഓവർസിയർ ഇല്ല, 0. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ ദയനീയമായ അവസ്ഥയ്ക്ക് ഭരണസമിതി 6 എന്ന തരത്തിലുള്ളപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിർവഹണ ഉദ്യോഗസ്ഥനിലേക്ക് പോവുകയാണ്. നിർവഹണ ഉദ്യോഗസ്ഥൻ ചെയ്യുന്നില്ല. നിർവഹണ ഉദ്യോഗസ്ഥനെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ഭരണസമിതിയാണ്. അതെ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 17 ഭരണപരാജയം. എല്ലാവർക്കും സമയം തരാം. പറയൂ ഒരു മിനിറ്റ് സമയം തരാം. നേരത്തെ ബഹുമാനപ്പെട്ട ഗോപദാസ്, അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ ആയിരുന്നയാളാണ്. എന്താണ് ഭരണസമിതിക്ക് ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ചു നിർത്തുന്നതിൻ്റെ റോള്? വെറുതെ എന്തെങ്കിലും നമ്മൾ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് മതിയോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ അത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് കൃത്യമായ ഉദ്യോഗസ്ഥരെ നൽകുക എന്നത്. ഓൺലൈൻ അദ്ദേഹം ദൂരത്താണെങ്കിൽ ദൂരെയുള്ള ആളെ അല്ലല്ലോ പോസ്റ്റ് ചെയ്യേണ്ടത്, അടുത്തുള്ള ആളെ പോസ്റ്റ് ചെയ്യേണ്ടത്. കൊല്ലത്തു നിന്നും കോട്ടയത്തു നിന്നുമുള്ള സെക്രട്ടറിമാരെ തിരുവില്ലാമലയെ പോലുള്ള തൃശ്ശൂർ ജില്ലയുടെ വടക്കേറ്റത്ത് നടക്കുന്ന പഞ്ചായത്തുകളിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളതിൽ യാതൊരു രാഷ്ട്രീയമായ ഒന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ ലഭിച്ചിട്ടില്ല. അത് നിങ്ങളുടെ ഡാറ്റ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ വരുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം ട്രാൻസ്ഫർ അപേക്ഷിച്ച് പോകുമ്പോൾ നിങ്ങൾ പോകണ്ട, ഇവിടെ നിന്നാൽ മതി എന്ന് പറയാൻ എന്ത് ഉത്തരവാദിത്തമാണ് ഭരണസമിതിക്കുള്ളത്? സെക്രട്ടറി മാറലും അല്ലെങ്കിൽ പുതിയത് വരലൊക്കെ ഉണ്ടാവും. അവിടെ ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവുമല്ലോ. സെക്രട്ടറി ഇല്ലാത്ത എത്ര ദിനങ്ങൾ തിരുവില്ലാമലയിലുണ്ട്? മാറി വരുമല്ലോ. അല്ല, എനിക്കിഷ്ടമുള്ള സെക്രട്ടറി തന്നെ അവിടെ ഇരിക്കാൻ പാടുന്ന എവിടെ നിയമം? അവിടെ സെക്രട്ടറി ഇല്ലാത്ത എത്ര ദിവസം? 4 വർഷക്കാലത്ത് സെക്രട്ടറി അവിടെ ഓഫീസിലില്ലാത്ത അല്ലെങ്കിൽ അവിടെ പോസ്റ്റ് ചെയ്യാത്ത ദിവസം ഉണ്ടോ? 6 മാസമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് പരിശോധിക്കാം. പിന്നെ വരുന്ന നേരത്തെ ഗോപദാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വരുന്ന ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് ജോലി ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവണ്ടേ? ഇവരുടെ സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും അതിന് വരുന്ന ഉദ്യോഗസ്ഥൻ കൂട്ടുനിൽക്കണമെന്ന് പറഞ്ഞ ആരും നിൽക്കില്ലല്ലോ. എന്തേ കേരളത്തിൽ ഈ തിരുവില്ലാമല അല്ലെങ്കിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ തിരുവില്ലാമലയിൽ മാത്രമാണ് സെക്രട്ടറി ഇല്ലാത്ത? എന്താ അതിന്റെ പ്രത്യേകത? ബാക്കിയുള്ള ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന സുഹൃത്തെ, അല്ല അത് ഞാൻ പറയുമ്പോൾ ഞാൻ പറയട്ടെ, അവിടെ തർക്കിച്ചോ. നേരത്തെ 10-ാം വാർഡിൻ്റെ കാര്യം പറഞ്ഞു, അത് താങ്കൾ ഇവിടെ സൂചിപ്പിക്കേണ്ട, അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അവരോടാ ചോദിക്കേണ്ടത്, ഞാൻ നിങ്ങളോടല്ല ഉത്തരം. നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട, അത് അവിടെ ഇരിക്കട്ടെ. അതൊന്നും വെക്കണ്ട, അതൊന്നും വേണ്ട, അത് അവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് LDF-ഉം എത്രയോ പ്രാവശ്യം അതിൻ്റെ തെളിവ് തരാം. ഇവിടെ ആളില്ലാത്ത സ്ഥിതി വരുമ്പോൾ അവിടെ വേണം എന്ന്. സത്യത്തിലൊരു UDF-ൻ്റെ ഭരണസമിതിയാണ്. വേണ്ടെങ്കിൽ വേണ്ടെന്നല്ല, ഞങ്ങളുടെ വാർഡിൻ്റെ അടക്കം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുമല്ലോ. അതുകൊണ്ട് വേണമെന്നാണ് ഞങ്ങളുടെ മുകളിലുള്ള ജനപ്രതിനിധികളോട് ഞങ്ങൾ പറയാറുള്ളത്. അവരതിനുള്ള ശ്രമം, ഇപ്പം വന്ന സെക്രട്ടറിയെ പോലും അത് അവിടെ പോസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം അറിയിച്ചത് ചേലക്കര MLA UR പ്രദീപ. ആകാശത്ത് നിന്ന് പൊട്ടി വീണ് വന്നതല്ല സെക്രട്ടറി. അപ്പം അങ്ങനെ ഒരു തരത്തിലും LDF-ന് അവിടെ വികസനം നടക്കാത്തതിന് ഉദ്യോഗസ്ഥന്മാരില്ലാത്തതിന് ഉത്തരവാദി കേരളത്തിലെ ഗവൺമെന്റ് ആണെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമം അത് ശരിയല്ല. ഈ ഭരണസമിതി വരുന്ന സെക്രട്ടറിമാരെ
ഓടിക്കുകയാണെന്നുള്ള പറയണതിനുള്ള മറുപടി എന്താണ്? അത് എനിക്കതിന് ഒന്നും മറുപടി പറയാനില്ല. അത് നിങ്ങൾ സെക്രട്ടറിമാരോട് ചോദിച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ അഴിമതി, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഈ അഴിമതി തുടച്ചു നീക്കുന്നതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ അഴിമതിക്ക് കൂട്ടു നിൽക്കണില്ല. പക്ഷേ തിരുവില്ലാമലയിലെ ഭരണസമിതിക്ക് അഴിമതിക്ക് കൂട്ടു നിൽക്കണം എന്ന് പറയുമ്പോൾ അവർ കേൾക്കാൻ തയ്യാറാവില്ല. എന്ത് അഴിമതിയാണ് നടത്തിയതെന്ന് കൂടി പറയണ്ടേ? അഴിമതി 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 എന്ന് പറയുമ്പോൾ എന്തിൻ്റെ പേരിലാണ് ഈ സെക്രട്ടറി മാറിപ്പോയത്? അല്ലെങ്കിൽ ഏത് സെക്രട്ടറിയാണ് അത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിച്ചത്? ഞങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞു ഇല്ലാത്ത ദിവസങ്ങൾ കാണിക്കാമോ? തീർച്ചയായും ഉണ്ട്. ഞാനതിൽ ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല, ഞാനൊരു യാഥാർത്ഥ്യം മാത്രമാണ് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് തിരുവില്ലാമലയുടെ വികസനം മുടങ്ങിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴുമില്ല, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒഴിവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നിട്ട് പോലും എംപാനൽ ലിസ്റ്റിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് സാലറി കൊടുത്തുകൊണ്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ നിയമിക്കുന്ന നടപടികൾ നടന്നിട്ടുണ്ട്. എഞ്ചിനീയർ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ സെക്രട്ടറി ഇല്ലാത്തത് കൊണ്ട് വികസനം നടന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് പശുവിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ആ വിഷയം ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിന് ചില സെക്രട്ടറിമാർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ സ്ഥിരമായൊരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമ്മുടെ CPM പ്രതിനിധി ഗോവേട്ടൻ പറഞ്ഞു ഭരണപരാജയമാണെന്ന്. ഞാൻ പറയട്ടെ സുഹൃത്തെ, പഞ്ചായത്ത് UDF ഭരിക്കുന്നു, സ്റ്റേറ്റ് LDF ഭരിക്കുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതിൻ്റെ മുഴുവൻ ചുമതലയും അത് കേരള സർക്കാരിൻ്റെ അംഗങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കോട്ടയത്തും തിരുവനന്തപുരത്തും കന്യാകുമാരിയുള്ള ആളുകൾ മാത്രം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ അടുത്ത് സെക്രട്ടറിമാരാവാൻ യോഗ്യതയുള്ള ആരുമില്ലേ? അപ്പം നിങ്ങൾ ഇവിടെ ഒന്നും നടക്കരുത്, നിങ്ങളോ അവിടെ ഒന്നും നടത്തുന്നില്ല. കേരളത്തിൽ ഇവിടെ നടക്കരുത്, പഞ്ചായത്ത് നടക്കരുത്, തലസ്ഥാനം നടക്കരുത്, അതാണ് നിങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ അങ്ങനെ ഓരോ ദിവസവും ഓരോ ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഭരണം സ്തംഭിപ്പിക്കുക. പൊതുവായി തിരുവില്ലാമലെ ജനങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങളും അതുപോലത്തെ വികസനങ്ങളും നിർത്തിയിട്ട് ഇനി ഞങ്ങൾ നടത്തിത്തരാം, അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഭരണത്തിൽ അത് നടത്തിത്തരാം, ഇത് നടത്തിത്തരാമെന്ന് മോഹന വാഗ്ദാനം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു തന്ത്രം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മോഹന വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല. ഞങ്ങൾ ചെയ്ത വാഗ്ദാനങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഇടതുപക്ഷം നടപ്പിലാക്കിയിട്ടേ ഉള്ളൂ. ഇനിയും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ പറയുന്ന എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഹലോ, അടുത്ത അല്ല നമ്മൾ ഡിസ്കസ് ചെയ്തത് അത് അതേ ഇപ്പൊ കണ്ടോ BJP കോൺഗ്രസിന് എങ്ങനെ ഭരിക്കാൻ കഴിയുമെന്നാ ചോദിക്കുന്നത്. അതാണ് കൂട്ടുകെട്ട്. 6 6 12 എന്ന നിലവാരത്തിലാണ് തിരുവില്ലാമലയിലെ ഭരണം. ഹലോ, അതെ 3 പ്രതിനിധികളും കൂടിയാണ്. ഒരു സെക്കൻഡ്, ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുമായിട്ടാണ് ഈ കഴിഞ്ഞ 4 വർഷം പഞ്ചായത്തിനകത്ത് നീക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, യാതൊരുവിധ അഴിമതിയും എന്ത് അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് ഒന്ന് പറഞ്ഞു തരട്ടെ മറ്റു കക്ഷികൾ. മറ്റൊന്ന് നേരത്തെ ഈ 6 6 പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. തിരുവില്ലാമലയിലെ ജനങ്ങൾ ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾ BJP-ക്കാരുടെ ഒപ്പമാണ്, മറ്റൊരു വിഭാഗം പറയുന്നു ചുരുക്കിയാണ് പറയുന്നത്, മറ്റൊരു വിഭാഗം പറയുന്നു ഞങ്ങൾ LDF-നൊപ്പമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ പൊതുജനങ്ങളുടെ ഒപ്പമാണ്, BJP-ക്കും അല്ലെങ്കിൽ LDF-നും ഒപ്പമല്ല. 6 6 എന്ന് പറഞ്ഞാലും 6 5 എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കതിൽ വിരോധമില്ല. നമസ്കാരം. 3 പ്രതിനിധികൾക്കും കൂടിയാണ് അഭിപ്രായം. 3 പ്രതിനിധികളും പറയണം. എൻ്റെ പേര് അരുൺ കുമാർ, മാതൃഭൂമി റിപ്പോർട്ടറാണ്. ഏറ്റവും കൂടുതൽ ഭാഷാ വൈവിധ്യം കൊണ്ടും ഭരണത്തിൻ്റെ വൈവിധ്യം കൊണ്ടും പേര് കേട്ടതാണ് തിരുവില്ലാമല. കേന്ദ്രവും കേരളവും ഇപ്പോൾ പഞ്ചായത്തും ഭരിക്കുന്ന പ്രതിനിധികൾ ഇപ്പോൾ ഏത് രീതിയിൽ വ്യത്യസ്തം എടുത്താലും തിരുവില്ലാമല നിറയെ പ്രത്യേകതയാണ്. ഏറ്റവും കൂടുതൽ കൈത്തറി വ്യവസായമുള്ള കുത്താമ്പുള്ളി, ക്ഷേത്രത്തിൻ്റെ വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായ കുത്താമ്പുള്ളി, ഭാരതപ്പുഴ നിളയോരം കൊണ്ടും ശ്രദ്ധേയമായ കുത്താമ്പുള്ളി. ഇത്രയേറെ വൈവിധ്യമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടാത്തത്? ഏറ്റവും കൂടുതൽ പറയാനുള്ളത് മാനിഫെസ്റ്റോയുടെ പുറംചട്ട മാറണമെന്നുള്ളത്, അകച്ചട്ടയിൽ ഒരു മാറ്റവും വരുന്നില്ല. തിരുവില്ലാമലയെ സംബന്ധിച്ച് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ പലപ്പോഴായി മാറുന്നതല്ലാതെ മാറാത്തത് എന്തുകൊണ്ടാണ്, മാറ്റാത്തത് എന്തുകൊണ്ടാണ്? 3 പ്രതിനിധികളും അഭിപ്രായം പറയണം. ഒറ്റ വാക്കിൽ ഉത്തരം പറയണം, സമയം സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് ആദ്യമായിട്ട് മറുപടി പറയേണ്ടത്, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ കുത്താമ്പുള്ളി കൈത്തറി നെയ്ത്ത് ഗ്രാമം ഞങ്ങളുടെ കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഞങ്ങളുടെ ഒരു വികസന പദ്ധതി തന്നെ അതിനായിട്ട് ഞങ്ങൾ പ്രകടനത്തിൽ ഉൾപ്പെട്ടിരുന്നു. കാരണം ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി മാറ്റുക, കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടുകൂടി ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി മാറ്റുക എന്നാണ് ഞങ്ങളുടെ പ്രകടനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊടുത്തിരുന്നത്. പക്ഷേ ഞങ്ങളെ മുഴുമിപ്പിക്കാൻ ഇവർ സമ്മതിച്ചില്ല. രണ്ടാമത്തെ കേസ് ക്ഷേത്രങ്ങൾ കുറിച്ച് താങ്കൾ പറഞ്ഞു. അതായത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവില്ലാമല ക്ഷേത്രത്തെ ടൂറിസം വകുപ്പിൻ്റെ
കീഴിൽ കൊണ്ടുവന്ന് വലിയൊരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അമൃത് പദ്ധതിയിലൂടെ ഞങ്ങൾ ഉദ്ദേശം വെച്ചിരുന്നത്. ഈ 2 പദ്ധതികൾ നടപ്പിലാക്കാൻ ഇവിടെ LDFും UDFും സമ്മതിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അങ്ങേ അറിയിക്കുകയാണ്. അരുൺ പറഞ്ഞ വിഷയം ശരി തന്നെയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് തിരുവല്ലാമലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള സ്ഥലം തന്നെയാണ് കൈത്തറി ഗ്രാമവും അതുപോലെ തന്നെ അമ്പലങ്ങളും ഒക്കെ. പക്ഷേ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തേണ്ടതിന് പഞ്ചായത്ത് ഭരണസമിതിക്ക് പരിമിതികളുണ്ട്. മാറി മാറി വന്ന ഭരണസമിതികൾ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. MLAയുടെയൊക്കെ നേതൃത്വത്തിൽ ടൂറിസം സർക്യൂട്ട് എന്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കി വരികയാണ്. ഭാവിയിൽ അത് തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. തീർച്ചയായും അതിനുവേണ്ടി ഉള്ള നീക്കങ്ങൾ എല്ലാ മുന്നണികളും നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മറ്റൊന്ന്, മാറി മാറി വരുന്ന പുറംചട്ടകളല്ല എല്ലാവർക്കും ഒരേ ആശയം. ഞങ്ങൾ അനാവശ്യമായ ഒരു അവകാശവാദങ്ങളും ഉന്നയിച്ചിട്ടില്ല. ഇതൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളുമല്ല. ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ അവകാശവാദങ്ങളായി ഉന്നയിക്കാറുള്ളൂ. ടൂറിസം വകുപ്പിൽ ഉൾപ്പെടുത്തേണ്ടത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെയാണ്. അമൃത് പദ്ധതി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എൻ്റെ അറിവിൽ അമൃത് പദ്ധതി മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെയാണ്. ജില്ലാ പഞ്ചായത്തിന് അമൃത് പദ്ധതി ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മറുപടി പറയാം. വൈവിധ്യങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന തിരുവില്ലാമലയെ, കേരളത്തിലെ തന്നെ ഒരു ഗ്രാമമാണ് തിരുവില്ലാമല. ദക്ഷിണേന്ത്യ ആണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ഗ്രാമമാണ് നമ്മുടെ ഗ്രാമം. ആ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം പദ്ധതിയും ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നതും. അതിന് വേണ്ട നിയമ നടപടികൾ നടപ്പിലാക്കി വരിക തന്നെയാണ് ചേലക്കര MLA UR പ്രദീപ്. നമ്മളുടെ ഈ സെഷൻ അവസാനിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്ന് പറയാനുള്ള അവസരം നിങ്ങൾക്ക് നൽകുകയാണ്. ആദ്യം ഇപ്പോൾ ഭരിക്കുന്ന UDF പ്രതിനിധിക്ക് വളരെ ചുരുങ്ങിയ വാക്കുകൾ, നമ്മൾ സമയം അതിക്രമിച്ചിരിക്കുകയാണ്, വളരെ ചുരുങ്ങിയ വാക്കുകൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഞങ്ങൾ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നതിനാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത്. റോഡുകളുടെ ശോച്യാവസ്ഥ നേരത്തെ പറഞ്ഞു. ഗ്രാമീണ റോഡുകൾ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ആവശ്യം തന്നെയാണ് ഏറ്റവും ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. വെള്ളക്കുഴി ലിഫ്റ്റ് ഇറിഗേഷൻ, അത് കിഴക്കൻ മേഖല, തിരുവില്ലാമലയുടെ കിഴക്കൻ മേഖല ഇന്നും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ്. ഒരു ഇറിഗേഷൻ പദ്ധതി വളരെ അത്യാവശ്യം തന്നെയാണ് തിരുവില്ലാമലയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പൂതക്കയം ലിഫ്റ്റ് ഇറിഗേഷനും വെള്ളക്കഴി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച ടൂറിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാം രീതിയിൽ അതിനെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാൻ കഴിയും എന്ന രീതിയിലുള്ള പദ്ധതികൾ തീർച്ചയായും ആവിഷ്കരിക്കപ്പെടും. ഇത്തരത്തിലുള്ള നടക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ അവകാശപ്പെടുന്നു. അടുത്ത NDA പ്രതിനിധിക്ക് പറയാവുന്നതാണ് നിങ്ങളുടെ 5 വർഷത്തെ അടുത്ത 5 വർഷത്തെ. ഞങ്ങൾ അടുത്ത 5 വർഷം തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഭരിക്കുകയാണെങ്കിൽ ആദ്യമായി പരിഹാരം കാണുന്ന തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളത്തിന് തന്നെയായിരിക്കും ഞങ്ങളുടെ പ്രാധാന്യം. കാരണം നമ്മുടെ ബേസിക് നീഡായ കുടിവെള്ളം, വെള്ളം, വസ്ത്രം, പാർപ്പിടം, ഇതാണല്ലോ. ഞങ്ങൾ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതികൾ, കേന്ദ്ര സർക്കാരുമായി ആവിഷ്കൃത പദ്ധതികൾ ആയി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ കൈത്തറി മേഖലയെ സമ്പൂർണ്ണമായി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, കൈത്തറി മേഖലയെ ഉന്നമനത്തിന് വേണ്ടി കുത്താമ്പള്ളിയോ അല്ലെങ്കിൽ അതിനു സമീപ പ്രദേശങ്ങളിലോ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബ്, കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി മാറ്റാൻ ഞങ്ങൾ ഇവിടെ ധാരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് ശ്മശാനം, നേരത്തെ നമ്മുടെ എൻ്റെ സഹപാനലിസ്റ്റ് പറഞ്ഞു ഗ്യാസ് ശ്മശാനം ആക്കാൻ കഴിയില്ല എന്ന്. അതാക്കാൻ കഴിയും. ഇലക്ട്രിക് ശ്മശാനം മാത്രമാണ് ആക്കാൻ കഴിയാത്തത്. അപ്പോൾ നമുക്ക് അതുമായി ആ പദ്ധതിയുമായി മുന്നോട്ട് പോകും. അതുപോലെ തന്നെ റോഡുകൾ, ഹൈബ്രിഡ് റോഡുകൾ, കേരളത്തിൻ്റെയും അതുപോലെ കേന്ദ്ര പദ്ധതിയുടെയും ഭാഗമായി ഹൈബ്രിഡ് റോഡുകൾ നിർമ്മിക്കും. അതുപോലത്തെ നമ്മുടെ തിരുവില്ലാമലയുടെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടി തിരുവില്ലാമലയുടെ ശ്രീ വില്ലാരിനാഥ ക്ഷേത്രത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അമൃത് പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്താനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് അമ്പലത്തിൽ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റും. അടുത്തത് LDF ബസ് സ്റ്റാൻഡ് നവീകരണം, നേരത്തെ പറഞ്ഞൊരു കുട്ടി മഴയില്ലാതെ പോകുന്ന ബസ് സ്റ്റാൻഡ്, തിരുവില്ലാമല ബസ് സ്റ്റാൻഡ് നവീകരണം, അതിന് റൂഫ് ടോപ്പ്, അതുപോലെ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ കൃത്യമാണ്. അടുത്ത LDF ചുരുങ്ങിയ വാക്കുകളിൽ പറയണം. അടുത്ത 5 വർഷം തെരുവുനായ ശല്യം ഞങ്ങൾ പരിഹരിക്കും. അതുപോലെ തന്നെ കാട്ടുപന്നി ശല്യം, അതുപോലെ തന്നെ തെരുവ് കാളകൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ജനകീയ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി LDF ഗവൺമെൻറ്, നമ്മുടെ പ്രാദേശിക ഗവൺമെൻറ് പരിഹാരം കണ്ടെത്തും. അതോടൊപ്പം തന്നെ പോലീസ് ഔട്ട് പോസ്റ്റ് വിപുലീകരിക്കും. 50 സെൻറ്റ് സ്ഥലം പുറമ്പോക്ക് തിരുവില്ലാമല പഞ്ചായത്തിനകത്ത് 9ാം വാർഡിൽ കിടക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ വ്യവസായ പാർക്ക് കൊണ്ടുവരും.
LDF പ്രാദേശിക ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിരവധി യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന രൂപത്തിലേക്ക് ഒരു വ്യവസായ പാർക്ക് ഈ പ്രകടന പത്രികയിൽ LDFിൻ്റെ പ്രകടന പത്രികയിലുണ്ട്. അത് ഞങ്ങൾ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിനകത്ത് കൊണ്ടുവരും. 50 സെൻറ്റ് സ്ഥലം പുറംപോക്കിൽ 9-ാം വാർഡിൽ കിടക്കുന്നുണ്ട്, അവിടെ ഞങ്ങൾ കൊണ്ടുവരും. അതോടൊപ്പം തന്നെയാണ് പുനർജനി, വില്ലോതിരിനാഥ ക്ഷേത്രം ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നൂതന പദ്ധതികൾ തന്നെ ആവിഷ്കരിച്ചുകൊണ്ട് തിരുവില്ലാമല മുഖച്ചായ ഈ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ഗ്രാമമാക്കി തിരുവില്ലാമല പഞ്ചായത്തിനെ ഉയർത്തിക്കൊണ്ടുവരും LDF. വളരെ ഗംഭീരമായ ചർച്ചയായിരുന്നു. ഈ ചർച്ചയിൽ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന അഭിപ്രായം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവരും കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. എങ്കിലും സമയപരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പ്രതിനിധികൾക്കും നന്ദി, അതുപോലെ ചർച്ചയിൽ പങ്കെടുത്ത ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും നന്ദി പറയുകയാണ്. നമ്മുടെ തദ്ദേശം 2025 എന്ന ഈ പ്രോഗ്രാമിൻ്റെ അടുത്ത എപ്പിസോഡിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.